എന്റെ പ്രിയമുള്ളവരെ, മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹുവിന്റെ പ്രവാചകനോട് ഒരിക്കൽ സഹാബികൾ ചോദിച്ചു, നബിയേ, അല്ലാഹുവിന്റെ പ്രവാചകനോട് സ്വഹാബത്ത് ചോദിക്കുകയാ, സ്വർഗത്തെക്കുറിച്ചാണ് വിശദീകരിക്കുന്നത്. ആ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ മുത്തുനബിയോട് അവിടുന്ന് സ്വഹാബികൾ ചോദിച്ചു, നബിയെ, സ്വർഗത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമെന്താ? അല്ലാഹുവിന്റെ സ്വർഗത്തിൽ ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ്? ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തന്റെ അനുചരന്മാര് ചോദിക്കുമ്പോൾ പ്രവാചകൻ ആ സ്വഹാബിയോട് തിരിച്ചു പറഞ്ഞു, നീ ചോദിച്ചത് വല്ലാത്ത ഒരു ചോദ്യമാ. അല്ലാഹുവിന്റെ സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്താ? അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച പാലരുവികളും തേനരുവികളും ഒഴുകുന്ന ആ സ്വർഗത്തിൽ ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്ന് മുത്തുനബിയോട് തന്റെ അനുചരം ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, നാളെ ഇസ്രാഫീൽ എന്ന മലക്ക് സൂറന്ന കാഹളത്തിലൂടുമ്പോൾ പടച്ചവനെ എല്ലാവരും അതാ ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റവരുടെ ഖബറുകൾ പൊളിച്ചുകൊണ്ട് എഴുന്നേറ്റ് വരികയാണ്. മുത്തുനബി അവിടുന്ന് പറയുകയാണ്, ആദം നബി മുതൽ അഷ്റഫുൽ ഖൽഖായ തങ്ങൾ വരെയുള്ള 1,24,000 പരം വരുന്ന അംബിയാ മുർസലീങ്ങൾ ഉണ്ടല്ലോ, അവരുടെ അനുയായികൾ മുഴുവനും നാളെ പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് മുത്തുനബി അവിടുന്ന് പറയുന്നുണ്ട്. പട്ടികയുടെ കോലത്തില്, പന്നിയുടെ കോലത്തില്, കരുതിയുടെ രൂപത്തില്, പട്ടികയുടെ രൂപത്തില് പിന്താരത്ത് കുളികുത്തി വെച്ച് വരുന്നവർ, നടന്നു വരുന്നവർ, ഇടഞ്ഞു വരുന്നവർ, മുഖത്ത് മാംസമില്ലാതെ വരുന്നവർ, കുഷ്ഠരോഗിയെ പോലെ വരുന്നവർ, അല്ലാഹുവേ നാളെ പടച്ചവന്റെ കോടതിയിലേക്ക് 41 വിഭാഗത്തിലാണ് അല്ലാഹുവിന്റെ പ്രവാചകന്റെ സമുദായം നാളെ കടന്നു വരുന്നത്. എല്ലാവരും അല്ലാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു വന്നു കഴിയുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങളെ രണ്ടായി വേർതിരിക്കുകയാണ്. ഫരീഖുൻ ഫിൽ ജന്ന വ ഫരീഖുൻ ഫിസ് സഈർ. ഒരു വിഭാഗം സ്വർഗ്ഗത്തിലേക്ക്, ഒരു വിഭാഗം നരകത്തിലേക്ക്. അല്ലാഹു രണ്ടായി, 2 പാർട്ടികളായി പടച്ചവനെ വേർതിരിക്കുകയാണ്. എന്നിട്ട് നരകവാസികൾ മുഴുവനും നരകത്തിലേക്ക്, സ്വർഗവാസികൾ മുഴുവനും സ്വർഗത്തിലേക്ക്. എല്ലാവരും 2 വിഭാഗമായി പിരിയുകയാണ്. എല്ലാവരും സ്വർഗത്തിലേക്ക് കടന്നു. നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന അവസാനത്തെ മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യനും നരകത്തിൽ നിന്ന് കരകയറിയിട്ട് അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിലേക്ക് കടന്നു പോവുകയാണ്. അതാ റിദ്വാൻ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, അതാ സ്വർഗത്തിന്റെ കവാടം അടയ്ക്കുകയാ. എല്ലാവരും സ്വർഗത്തിൽ കടന്നു കഴിഞ്ഞു. സ്വർഗത്തിന്റെ കവാടവും അടച്ചു, നരകത്തിന്റെ കവാടവും അടച്ചു. അല്ലാഹുവേ, ഇദാ ദഖല അഹ്ലുൽ ജന്ന, സ്വർഗത്തിന്റെ കവാടം അടച്ചു കഴിഞ്ഞു. എല്ലാവരും സ്വർഗത്തിലാണ്. അല്ലാഹുവേ, പടച്ചറപ്പിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിലൂടെ എല്ലാവരും ഇങ്ങനെ ആസ്വദിച്ച് നടക്കുകയാണ്. അവിടെ നമസ്കരിക്കണ്ട, നോമ്പ് പിടിക്കണ്ട, സദക്ക കൊടുക്കണ്ട, ഖുർആൻ ഓതണ്ട, പടച്ചവനെ വഅദ് പറയണ്ട, വഅദ് കേൾക്കണ്ട, എന്ത് വേണമെങ്കിലും ചെയ്യാ, ചോദിക്കാനും പറയാനും ഒരാളുമില്ല. ഇഷ്ടമുള്ളത് തിന്നു കുടിച്ചുകൊണ്ട് പടച്ചവനെ കള്ളു കുടിക്കാം, അവിടെ കിടന്ന് വ്യഭിചരിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാ, ചോദിക്കാൻ ആരുമില്ല. അല്ലാഹുവിന്റെ സ്വർഗത്തിലൂടെ എല്ലാവരും ഇങ്ങനെ ഉല്ലസിച്ച് നടക്കുകയാണ്. കാരണം അവിടെ പ്രായമുള്ളവരില്ല, കുട്ടികളില്ല, എല്ലാവർക്കും 33 വയസ്സാണ്. എല്ലാവരും സന്തോഷത്തോടെ നടക്കുകയാണ്. എല്ലാവരും ആസ്വദിച്ച് നടക്കുമ്പോ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിച്ചു ചോദിക്കുകയാ, അതുരീദൂന ശൈആ. അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിച്ചു ചോദിക്കുകയാണ്. സ്വർഗവാസികളോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും വേണോ? നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിച്ചു ചോദിക്കുമ്പോ ജനങ്ങളല്ലാ, സ്വർഗവാസികൾ അവിടെ നിന്നുകൊണ്ട് പറയുന്നു, അൽഹംദുലില്ലാഹ്. എല്ലാവരും സ്വർഗത്തിൽ ഇരുന്നു കൊണ്ട് അല്ലാഹുവിനെ സ്തുതിക്കുകയാ. കാരണം എന്തെന്നറിയുമോ? എന്തിനാണ് നബിയെ സ്വർഗത്തിൽ വെച്ച് അൽഹംദുലില്ലാഹ് പറയുന്നത്? ആ സമയത്ത് സ്വർഗവാസികൾ കരഞ്ഞുകൊണ്ട് അല്ലാഹുവോട് പറയുകയാണ്, പടച്ച റബ്ബേ,
തബയ്യദു വജൂഹനാ. അല്ലാഹുവേ, ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമ്പോ പല പല രൂപങ്ങളിലെ ജനങ്ങൾ ഇങ്ങനെ നടക്കുകയാണ്. എല്ലാവരും പേടിച്ച് പറച്ചുകൊണ്ട് മുഖം താഴ്ത്തി പിടിച്ച വസ്ത്രമില്ലാതെ ചെരുപ്പില്ലാതെ ഉയർപ്പിന്റെ അകത്ത് മുങ്ങിത്താനികത്ത് കടന്നു വന്ന ദിവസമുണ്ടല്ലോ. അല്ലാഹുവേ, തലയുടെ മുകളിൽ സൂര്യരിച്ചു നിൽക്കുന്ന പടച്ചറപ്പിന്റെ കോടതിയുണ്ടല്ലോ, ആ ചെമ്മിന്റെ തറയുണ്ടല്ലോ. അല്ലാഹുവേ, പ്രവാചകൻ അവിടെന്ന് പറഞ്ഞതുപോലെ ഗർഭിണികളായ പെണ്ണുങ്ങളെ പ്രസവിച്ചാൽ വേദന അറിയാത്ത ദിവസമുണ്ടല്ലോ. തലച്ചോറ് തിളച്ചിട്ട് മുഖത്തുകൂടെ വിളിച്ചിറങ്ങുന്ന ദിവസമുണ്ടല്ലോ. എല്ലാവരും പേടിച്ച് പറിച്ചുകൊണ്ട് തലതാഴ്ത്തി പിടിച്ച് കരഞ്ഞു വിളിച്ചുകൊണ്ടിരുന്ന ദിവസമുണ്ടല്ലോ. നീ എന്റെ മുഖത്ത് ചിരി തന്നവനാണ് റബ്ബേ, എന്റെ മുഖത്ത് സന്തോഷം തന്നവനാണ്. അല്ലാഹുവേ, വതുനജ്ജിനാ മിനന്നാർ. നിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ, ആ നരകത്തിന്റെ തീക്കകത്ത് കിടന്ന് കരിയേണ്ടവനാ, ആ നരകത്തിന്റെ അടിത്തട്ടിൽ കിടക്കേണ്ടവനാണ് ഞാൻ. എന്നിട്ടും അല്ലാഹ് നിന്റെ കരുണ കൊണ്ട് നീ എനിക്ക് നരകമോചനം നൽകി. പ്രവാചകന്മാരെ, ഔലിയാക്കൾ, ആരിഫീങ്ങൾ, ആലിമീങ്ങൾ, പടച്ചവനെ എല്ലാവരും കിടക്കുന്ന സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗമൊന്ന് കാണാൻ യോഗ്യതയില്ലാത്തവനാണ്. ആ സ്വർഗത്തിന്റെ പരിമളം 500 വർഷത്തെ വടിദൂരം വരെ അടിച്ചു വീശുമെന്നാണ്. അതൊന്ന് ശ്വസിക്കാൻ പോലും എനിക്ക് അർഹതയില്ല. അങ്ങനെയുള്ള എനിക്ക് നീ സ്വർഗം തന്നവനാണ് തമ്പുരാനേ. അതുകൊണ്ട് നാഥാ, എനിക്കതിനെക്കാരും എന്താണ് വേണ്ടത്? എനിക്കതിനെക്കാരും എന്താണ് വേണ്ടത്? എനിക്ക് നീ സ്വർഗം തന്നല്ലോ തമ്പുരാനേ, എനിക്ക് നരകമോചനം തന്നല്ലോ തമ്പുരാനേ, എന്റെ മുഖത്ത് സന്തോഷം തന്നല്ലോ തമ്പുരാനേ. അതുകൊണ്ട് അൽഹംദുലില്ലാഹ്. സ്വർഗവാസികൾ അല്ലാഹുവോട് പറയുകയാണ്. അല്ലാഹ് പിന്നെയും ചോദിക്കുന്നു, നിനക്കെന്താണ് വേണ്ടത്? നീ സ്വർഗത്തിലാണുള്ളത്, എന്ത് വേണമെങ്കിലും ചോദിച്ചോ, എന്ത് വേണമെങ്കിലും ചോദിച്ചോ. ചോദിക്കുന്നത് തരുന്ന ദിവസമാണ്. അങ്ങനെ പടച്ച റബ്ബിന്റെ ഭാഗത്ത് നിന്ന് സ്വർഗവാസികളോട് അവിടെ നിന്ന് ചോദിക്കുമ്പോ സഹാബാ, സ്വർഗവാസികൾ അല്ലാഹുവോട് പറയുകയാണ്, സ്വർഗവാസികൾ അല്ലാഹുവോട് പറയുകയാണ്, പടച്ചവനേ, ഞങ്ങളുടെ മാതാപിതാക്കളെ ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടു. അല്ലാഹുവിനോട് പറയുകയാണ്, ഞങ്ങളുടെ ഉമ്മയെ കണ്ടു, ഞങ്ങളുടെ വാപ്പയെ കണ്ടു, ഞങ്ങളുടെ കൂടപ്പിറപ്പിനെ കണ്ടു, ഞങ്ങളുടെ ഭാര്യയെ കണ്ടു, ഞങ്ങളുടെ മക്കളെ കണ്ടു, ദുനിയാവിന്റെ ആഡംബരം കണ്ടു, ഇസ്രായേലിനെ കണ്ടു, ഖബർ കണ്ടു, ഖബറിന്റെ അകത്ത് വരുന്ന മലക്കുകളെ കണ്ടു. അല്ലാഹുവേ, അവിടെ നിന്ന് എഴുന്നേറ്റ് നിന്നപ്പോ അല്ലാഹുവേ, മഹ്ശറ കണ്ട തമ്പുരാനേ, നരകം കണ്ട തമ്പുരാനേ, സ്വർഗം കണ്ട തമ്പുരാനേ, ഹൗലുൽ കൗസർ കണ്ട തമ്പുരാനേ, നബി മുതൽ അസ്റഫുൽ ഖൽഖായ തങ്ങൾ വരെയുള്ള 1,24,000 പരം വരുന്ന അംബിയാ മുർസലീങ്ങളെ പ്രവാചകന്മാരെയും ഞങ്ങളെ കണ്ണുകൊണ്ട് കണ്ടു. പക്ഷേ അല്ലാഹ് കാണേണ്ട ഒരാളെ എന്ന് വരെ ഞങ്ങൾ കണ്ടില്ല റബ്ബേ. കാണേണ്ട ഒരാളെ മാത്രം ഞങ്ങൾ ഇന്ന് വരെ കണ്ടില്ല. അല്ലാഹുവിന്റെ പള്ളികൾ മിനാരത്തിൽ നിന്ന് 5 നേരം ബാങ്ക് വിളിക്കുമ്പോ നിന്നെ കാണാതെ നിന്നെ മുന്നിൽ നിന്ന് തലകുനിച്ചവരാ. അതുകൊണ്ട് റബ്ബേ, നിന്നെ കാണണമെന്ന് വല്ലാത്ത മോഹമുണ്ടല്ലോ. സ്വർഗവാസികളെ നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ സ്വർഗത്തിൽ വെച്ച് പറയുമ്പോ അതാ ഒരു ശബ്ദം കേൾക്കുകയാണ്, അതാ ഒരു ശബ്ദം കേൾക്കുകയാണ്. എല്ലാവരും ആ ശബ്ദം കേൾക്കുന്ന ഭാഗത്തേക്ക് അവരുടെ തലയെന്ന് ഉയർത്തുമ്പോ നബി പറയുകയാ, ഫയർഫഉൽ ഹിജാബ്. അല്ലാഹു തന്റെ മറയെടുത്തങ്ങ് മാറ്റുകയാണ്, പടച്ചറപ്പ് തന്റെ മറയെടുത്തങ്ങ് മാറ്റുകയാ. ഫയൻദുറൂന ഇലാ വജ്ഹില്ലാഹ്.
അല്ലാഹനെ കാണുകയാ, എല്ലാവരും പടച്ച റബ്ബിന്റെ നിക്കാഹ് കാണുകയാണ്. ആ സമയത്ത് അല്ലാഹു പറയുകയാണ്, അസ്സലാമു അലൈക്കും യാ അഹ്ലൽ ജന്ന. സ്വർഗവാസികളോട് അല്ലാഹു സലാം പറയുകയാ. അതാ സ്വർഗവാസികളെ മുഴുവനും അല്ലാഹുവിനെ കണ്ടുകൊണ്ട് സലാം അടക്കുകയാണ്. സഹാബത്തേ, സ്വർഗത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമെന്തെന്നറിയുവോ? സ്വർഗത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമെന്തെന്നറിയുവോ? അത് ഈ പ്രപഞ്ചം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ സർവാധിപരനായ എന്റെയും നിങ്ങളുടെയും റബ്ബുണ്ടല്ലോ. അല്ലാഹുവിനെ കാണലാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിലൂടെ എല്ലാരും ഇങ്ങനെ നടക്കുമ്പോ അവിടെ പിന്നെ ഒന്നും ചെയ്യണ്ട, എന്തു വേണമെങ്കിലും ചെയ്യാം, അതിരുകളില്ലല്ലോ. എല്ലാരും ഇങ്ങനെ നടക്കുമ്പോ അല്ലാഹ് ചോദിക്കടാ, ചങ്ങാതി നിനക്ക് വല്ലതും വേണോ? എനിക്കൊന്നും വേണ്ട അല്ലാഹ്, എന്നെ നീ രക്ഷപ്പെടുത്തിയില്ല, അതെന്നെ മതി. നരകത്തിന്റെ തീകകത്ത് കിടന്ന് കരിയണ്ട എനിക്ക് നീ അതിനകത്തുനിന്ന് മോചനം നൽകി. അല്ലാഹുവേ, ഈ സ്വർഗത്തിന്റെ പരിമളം പോലും ശ്വസിക്കാൻ യോഗ്യതയില്ലാത്ത എനിക്ക് നീ സ്വർഗം തന്നു, ഇതിനെക്കാൾ എന്തേ അല്ല വേണ്ടേ? അല്ല ചോദിക്ക, വല്ലതും വേണമെങ്കിൽ പറയടാ, നീ എന്തെങ്കിലും വേണമെങ്കിൽ ചോദിക്ക്, ഇന്ന് എന്ത് ചോദിച്ചാലും നിനക്ക് തരാം. ആ സമയത്ത് സ്വർഗവാസി പറയുവത്രേ, റബ്ബേ, എന്റെ ഉമ്മച്ചിയെ ഞാൻ കണ്ടു, എന്റെ വാപ്പാനെ ഞാൻ കണ്ടു, എന്റെ സഹോദരനും സഹോദരിമാരെ ഞാൻ കണ്ടു, എന്റെ ഭാര്യയെ കണ്ടു, എന്റെ മക്കളെ കണ്ടു, ഈ ദുനിയാവും അതിന്റെ ആഡംബരവും കണ്ടു. അസ്രായീൽ എന്ന് പറയുന്ന മലക്കിനെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു, ഖബർ കണ്ടു. അല്ലാഹുവേ പടച്ചവനെ, പരലോകം കണ്ടു, മഹ്ശറ കണ്ടു, സിറാത്ത് കണ്ടു, മീസാൻ കണ്ടു, ഹൗലുൽ കൗസർ കണ്ടു, സ്വർഗം കണ്ടു, നരകം കണ്ടു. ആദം നബി മുതൽ അഷ്റഫുൽ ഖൽഖായ തങ്ങൾ വരെയുള്ള എല്ലാ പ്രവാചകന്മാരെയും ഞാൻ കണ്ടു. പക്ഷെ കാണേണ്ട ഒരാളെ കണ്ടിട്ടില്ല. അല്ലാഹുവേ, കാണേണ്ട ഒരാളെ മാത്രം ഞാൻ കണ്ടിട്ടില്ല. എന്റെ മനസ്സിൽ ഒരാളെ കാണാൻ ആഗ്രഹമുണ്ട്. അതാരെന്നറിയോ? പടച്ചവനെ, നിന്നെ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. റബ്ബേ, നീ എന്റെ രക്ഷിതാവാണ്, നീ എന്റെ റബ്ബാണ്. അല്ലാഹുവേ, ഞാൻ നിന്റെ അടിമയാണ്, നിന്നെ എനിക്ക് കാണണമെന്ന് വല്ലാത്ത ആഗ്രഹമുണ്ട്. സ്വർഗവാസികൾ പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫയർഫഉൽ ഹിജാബ്, അല്ലാഹു തന്റെ മറയെടുത്തങ്ങ് മാറ്റും. ഫയൻദുറൂന ഇലാ വജ്ഹില്ലാ, എല്ലാവരും അല്ലാഹുവിനെ കാണും നമ്മുടെ ഈ കണ്ണുകൊണ്ട്. ഇന്നക്കും സതറൗന റബ്ബക്കും കമാ തറൗനൽ ഖമറ ലൈലത്തുൽ ബദ്രി, 14 രാവിലെ ചന്ദ്രനെ കാണുന്നത് പോലെ ഞാനും നിങ്ങളും കാണും. ഖുർആൻ പറഞ്ഞു, വുജൂഹു യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ. അല്ലാഹു ആ ഭാഗ്യം എനിക്ക് നിങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിനെ കണ്ടുമുട്ടാനുള്ള ഭാഗ്യം, സ്വർഗ്ഗത്തിലെ ഏറ്റവും ഉയർന്ന പദവി, സ്വർഗ്ഗത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം, അല്ലാഹു അത് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ സ്വഹാബികൾ ചോദിച്ചു, നബിയെ, അല്ലാഹുവിന്റെ ലിഖാഅ് കാണണമെന്ന് വല്ലാത്ത ആഗ്രഹമുണ്ട്, അതിനെന്ത് വഴിയാ ഉള്ളത്? നിങ്ങൾക്ക് ആർക്കെങ്കിലും അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹമുണ്ടെങ്കിൽ ചെയ്യാനുള്ള ചില എളുപ്പ വഴികളെ ഞാൻ പറഞ്ഞു തരാം. അല്ലാഹു അത് ചെയ്ത് റബ്ബിനെ കണ്ടുമുട്ടുന്ന യഥാർത്ഥ അടിമകളിൽ അല്ലാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് 10 മണിയായി. 1 മണിക്കൂർ ഇരിക്കൂലേ? 1 മണിക്കൂർ ഇരിക്കൂലേ? നിങ്ങളുടെ ഇപ്പോഴത്തെ ഇരുത്ത കണ്ടാൽ തന്നെ എനിക്ക് തന്നെ സങ്കടം തോന്നുന്നു. ഇപ്പൊ ഇരിക്കണ കണ്ടാ ഈ ഗർഭിണി പെണ്ണുങ്ങൾ ഹോസ്പിറ്റലിൽ ഇരിക്കണ പോലെ കയ്യും കാലും നീട്ടി വെച്ചിട്ട് ഇങ്ങനെ നേരെ ഇരിക്കുക. സഹോദര, ഇത് സ്വർഗമല്ലേ? ഇത് ദുനിയാവിലെ സ്വർഗമല്ലേ? നാളെ മുതൽ ഖബറിൽ പോയി റെസ്റ്റ് എടുത്തോ. ഇവിടെ നീ നേരെ പോയി ഇന്നും കൂടല്ലേ പറ്റൂ, ഇന്നും കൂടല്ലേ നമുക്ക് ഇരിക്കാൻ പറ്റൂ. ഖബറിലാണെങ്കിൽ പോയി ഒരുപാട് റെസ്റ്റ് എടുക്കാം. കൊണ്ടുവച്ച് കഴിഞ്ഞാൽ എത്ര കാലം കിടക്കണമെന്ന് ഒരു അറിവില്ല. അവിടെ കൊണ്ടുപോയി കടത്തി കഴിഞ്ഞാൽ എത്ര കൊല്ലം കിടക്കണമെന്നറിയോ? വല്ല കണക്കുണ്ടോ? അല്ലാഹു നമ്മുടെ ഖബർ ജീവിതം അല്ലാഹു സന്തോഷത്തിലാക്കി തരുമാറാകട്ടെ. അവിടെ പോയി റെസ്റ്റ് എടുക്കാൻ അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ആമീൻ പറഞ്ഞ ചങ്ങായിമാരെ, എന്തേ പോയി കിടക്കൂല? ഖബറിൽ പോയി കിടക്കൂല? എന്തായാലും ഒരു ദിവസം പോകണം, എന്തായാലും ഒരു ദിവസം പോകണം. പിന്നെ അവിടെ പോയി റെസ്റ്റ് എടുക്കാൻ പറ്റുമോ? അതാണ് വിഷയം. അല്ലാഹു റെസ്റ്റ് എടുക്കുന്ന കൂട്ടത്തിൽ അല്ലാഹു പെടുത്തുമാറാകട്ടെ. കാരണം 2 മലക്കുകൾ വന്നിട്ട് പറയേണ്ട, ചങ്ങാതി പുതിയാപ്പള കിടന്ന് ഉറങ്ങണ പോലെ ഉറങ്ങിക്കൊള്ളാനാ പറയണേ.
ലംകനൗമത്തിൽ അറൂസ്, പുതിയാപ്പിള മണിയറയ്ക്കകത്ത് കിടന്നുറങ്ങണ പുതിയാപ്പിള ഉറങ്ങണ പോലെ. ഈ പുതിയാപ്പിള എന്ന് പറഞ്ഞ പ്രത്യേകത എന്ത്? ഞങ്ങളുടെ നാട്ടിലൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് ഈ പെണ്ണും ചെറുക്കനും ബെഡ്റൂമിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ ഈ കൊച്ചു കുട്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് ഓടുവാണെങ്കിൽ ഉമ്മമാര് വിളിച്ചിട്ട് പറയും, ഇതാ പുതിയാപ്പിള കിടക്കണം അങ്ങോട്ട് ഓടാന്ന് എന്ന് പറഞ്ഞാൽ ശല്യം ചെയ്യാൻ പാടില്ല. ഇവിടെ അങ്ങനെ ഉണ്ടായിരിക്കില്ല. പുതിയാപ്പിള കല്യാണം കഴിഞ്ഞ പെണ്ണും ആണും കിടക്കണ റൂമിന്റെ ഫ്രണ്ടിൽ കിടന്ന് കൊച്ചു കുട്ടികളെ കളിക്കാൻ പോലും വിടൂല. കാരണം എന്തേ? അവൻ പുതിയാപ്പിളയെ അതിനകത്ത് കിടന്നുറങ്ങുന്ന നിങ്ങൾ ശല്യം ചെയ്യാൻ പാടില്ല എന്ന് വിളിച്ചുണർത്തി മാറ്റിവിടും. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹു നമ്മുടെയൊക്കെ മണ്ണറ അള്ളാഹു മണിയറയാക്കി തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മണ്ണറ അള്ളാഹു മണിയറയാക്കി തരുമാറാകട്ടെ. അതുകൊണ്ട് പടച്ച റബ്ബിനെ കാണാൻ കൊതിയുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. ചിലപ്പോ ഇതിന്റെ പേരിലായിരിക്കും രക്ഷപ്പെടുന്നത്. ചാകാൻ കിടന്ന പട്ടിക്ക് വെള്ളം കൊടുത്ത് വൃത്തികെട്ട പെണ്ണിന് സ്വർഗം കൊടുത്തെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ചിലപ്പോ ഈ കൈവക്കിയതിന്റെ പേരിൽ രക്ഷപ്പെട്ടു പോയാലോ? താല്പര്യമുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കുക. അള്ളാനെ കാണാൻ കൊതിയുള്ളവർ. അരക്കയ്യന്മാരി ഒന്നും അവിടെ എടുക്കൂലട്ടാ. പൊക്കണമെങ്കിൽ നല്ലതുപോലെ പൊക്കിക്കോണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഈ കൈ കൊണ്ട് ഹൗദൽ കൗസർ വാങ്ങി കുടിക്കാൻ അള്ളാഹു എനിക്ക് നിങ്ങൾക്കും ഭാഗ്യം നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള വഴിയെന്താ? അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള വഴി എന്താ? പരിശുദ്ധമായ ഖുർആൻ പറയുന്നു. നിൽക്കണ ചങ്ങാതിമാർ 5 പേരുണ്ട്. നിങ്ങൾ എന്താ ഇപ്പൊ മുത്താലി? നിങ്ങൾ 5 പേര് അല്ലാതെ ഒരു 4 ചെറുപ്പക്കാർ. നിങ്ങളൊക്കെ എന്തൊക്കെ നിൽക്കണേ? ഇരിക്കുപ്പ. ആ നിൽക്കണ ചങ്ങാതിമാരൊക്കെ സംഘാടകരാണെങ്കിൽ എല്ലാവരും ഇരിക്കണിയ. ഇതിനെ നിൽക്കണേ. കസേര പറക്കിട്ട് വിടും. മഴ പെയ്യുന്ന നല്ലെന്ന് തോന്നുന്നു. മഴ പെയ്താൽ എല്ലാം കയറും അകത്ത്. കഴിഞ്ഞ വർഷം വരുമ്പോഴും മഴയായിരുന്നില്ലേ? എല്ലായിടത്തും നല്ല മഴയാണ്. ഞാനിങ്ങനെ ചിന്തിച്ച് ഈ മഴയുടെ സമയത്ത് തന്നെ ഈ പരിപാടി എന്താ വെച്ചത്? നിങ്ങളുടെ വയത് കേട്ടപ്പോൾ മനസ്സിലായി അവരുടെ ബലം ഇവിടെ കടക്കണ മഹാന്മാരാ ശുഹദാക്കൾ തന്നെയാണ്. അൽഹംദുലില്ലാഹ്. അള്ളാഹു അവരുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ അള്ളാഹു എല്ലാവിധ ഖൈറു ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്റെ പ്രിയമുള്ളവരെ, വമൻ കാന യർജൂ ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സ്വാലിഹാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയാണ്, വമൻ കാന യർജൂ ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സ്വാലിഹാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ, നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യുകയാണെങ്കിൽ അവനെ പടച്ച റബ്ബിനെ കണ്ടുമുട്ടാൻ കഴിയുമെന്ന പരിശുദ്ധമായ ഖുർആൻ ഇവിടുന്ന് പരിചയപ്പെടുത്തുമ്പോൾ, ഇസ്ലാമിലേക്ക് ഷഹാദത്ത് കലിമ പറഞ്ഞുകൊണ്ട് കടന്നു വന്ന ഒരു മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യന്റെ ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും നല്ല ഒന്നാമത്തെ നല്ല കാര്യം എന്താണ്? ഒരു മുസ്ലിമിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒന്നാമത്തെ നല്ല കാര്യം എന്താ? അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് വിളിക്കുന്ന ഈ ബാങ്കിന് ഉത്തരം നൽകലാണ്. അതിനേക്കാൾ ഒന്നാമത്തെ നല്ല കാര്യം 5 വഖത്ത് നമസ്കാരമാണ്. 5 വഖത്ത് നമസ്കാരമാണ്. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ട ഒന്നാമത്തെ സൽക്കർമ്മം അതാണ്. എങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ റമളാൻ നമ്മളിലേക്ക് കടന്നു വന്നു. പടച്ചവനെ തഹജ്ജുദ് നിസ്കരിച്ചവരുണ്ട്, സുബ്ഹിയുടെ മുമ്പുള്ള സുന്നത്ത് 5 വഖത്ത് ഫർദ് നമസ്കാരങ്ങൾ, അലാഹ നിസ്കരിച്ചവരുണ്ട്, തറാവീഹ് 20 റക്അത്ത് നിസ്കരിച്ചവരുണ്ട്, തസ്ബീഹ് നിസ്കരിച്ചവരുണ്ട്, വിത്ർ നമസ്കരിച്ചവരുണ്ട്. മുടങ്ങാതെ ഒരുപാട് നമസ്കാരങ്ങൾ ഞാനും നിങ്ങളും ജീവിതത്തിൽ ഒരു മാസക്കാലം 30 ദിവസം മുടങ്ങാതെ ചെയ്തവരാണ്. പക്ഷേ ആ റമളാനങ്ങ് സലാം പറഞ്ഞ് പിരിഞ്ഞു കഴിഞ്ഞപ്പോ, എന്റെ പ്രിയമുള്ളവരെ, ഇന്നത്തെ ദിവസമേ സദസ്സിൽ വെച്ച് കൂടിയവരോട്, പറയുന്നവനോടും കേൾക്കുന്നവനോട് സ്വന്തം മനസാക്ഷിയോട് ചോദിക്കേണ്ട ചോദ്യമാണ്, ആ റമളാൻ മാസത്തിൽ ഞാനും നിങ്ങളും ഒരൊറ്റ വഖത്ത് പോലും മുടങ്ങാതെ അവ്വൽ തക്ബീറോടുകൂടി നിസ്കരിച്ച ഞാനും നിങ്ങളും നമുക്കെന്തേ സംഭവിച്ചത്? നമുക്കെന്തേ സംഭവിച്ചത്? ഈമാൻ നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ. ആ കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്ത ഈമാൻ എല്ലാം തകർത്തു കളഞ്ഞിട്ട് ഞാനും നിങ്ങളും പഴയതുപോലെ ഇബ്ലീസിന്റെ കാൽച്ചുവട്ടിൽ കൊണ്ടുവച്ചിട്ട്
ഞാൻ നിന്റെ അടിമയാടാ എന്ന് പറഞ്ഞിട്ട് ഇന്ന് ഞാനും നിങ്ങളും അവനെ പോലെ ജീവിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ, നമസ്കാരത്തിന്റെ കാര്യം നമ്മളിൽ പലരും അങ്ങ് മറന്നു പോവുകയാണ്. അതിനെ നിസ്സാരമായി കാണുകയാണ്. അതിന് നൽകേണ്ട സ്ഥാനവും മഹത്വവും നമ്മളിൽ പലരും നൽകുന്നില്ല. എങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, എല്ലാവരും വല്ലാത്ത പ്രയാസത്തിലാണ്. സന്തോഷമില്ല, സമാധാനമില്ല, കച്ചവടമില്ല, ഉള്ള ജോലി നഷ്ടപ്പെടുമെന്ന ഭയത്തിലാണ്. എല്ലാവരും സാമ്പത്തികവും ശാരീരികവും മാനസികവുമായി എല്ലാവരും തകർന്ന തരിപ്പണമായി നിൽക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്നൊരു പരിഹാരം പറയുകയാ. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട കൂടപ്പറപ്പ് മരണപ്പെടുകയാണ്. ഒരു യാത്രയിലാണ് തന്റെ കൂടപ്പറപ്പ് മരണപ്പെട്ട വാർത്ത അറിയുന്നത്. അല്ലാഹുവേ, അവിടെ നിന്ന് വേദന സഹിക്കാൻ കഴിയുന്നില്ല. തന്റെ കൂടപ്പറപ്പാണ് മരണപ്പെട്ടു പോയിരിക്കുന്നത്. വല്ലാത്ത പ്രയാസമാണ്, വല്ലാത്ത ദുഃഖമാണ്, താങ്ങാൻ കഴിയാത്ത വേദനയോട് എല്ലാവരും അത്ഭുതത്തോടെ നിൽക്കുമ്പോ ഇബ്നു അബ്ബാസ് തങ്ങളെ പറഞ്ഞു, ഞാനിപ്പോ വരാമെന്ന് പറഞ്ഞ് പുതുപെടുത്തിട്ട് 2 റക്അത്ത് നമസ്കരിക്കുകയാ. അതാ നമസ്കരിക്കാൻ പോകുമ്പോ കരഞ്ഞു വിളിച്ചുകൊണ്ട് കടന്നുപോയി ഇബ്നു അബ്ബാസ് തങ്ങള്. അവിടെ നിന്ന് നമസ്കാരം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ മുഖത്തൊരു പുഞ്ചിരി കാണുകയാണ്. മുഖത്തൊരു പുഞ്ചിരി കാണുകയാണ്. സഹാബികൾ ചോദിച്ചു, എന്തേ നിങ്ങളുടെ വേദനയൊക്കെ മാറിയോ? നിങ്ങളുടെ വിഷമം മാറിയോ? നിങ്ങളുടെ പ്രയാസം മാറിയോ? വസ്തഈനൂ ബിസ്സബ്രി വസ്സലാത്ത്. ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു കൊടുത്ത മറുപടിയാ, എന്റെ പ്രിയമുള്ളവരെ, നമസ്കാരം പരിഹാരമാണ്. എല്ലാ വിഷയങ്ങൾക്കുമുള്ള പരിഹാരം നബിയല്ലേ പറഞ്ഞത്. ജീവിതത്തിലെ സർവ്വ പ്രശ്നങ്ങൾക്കുമുള്ള ഒരു പരിഹാരം അത് 5 നേരത്തെ നിസ്കാരമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോൾ ഈ വഅദിന്റെ സദസ്സിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട്, ചെറുപ്പക്കാരോട്, എന്റെ ഉമ്മ പെങ്ങന്മാരോട്, നിങ്ങൾ നിസ്കരിക്കാത്തവരാണെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ നിസ്കരിക്കാത്തവരാണെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ എല്ലാവരും നിസ്കരിക്കുന്നവരാണ്. പക്ഷേ വാപ്പാ, നിന്റെ ഭാര്യ നിസ്കരിക്കുവോ? നിന്റെ പൊന്നാര മക്കളെ നിസ്കരിക്കുവോ? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിന്റെ പ്രായപൂർത്തിയായ പൊന്നാര മക്കളെ നമസ്കരിക്കുവോ? എന്റെ പ്രിയമുള്ളവരെ, നമസ്കാരം എന്തേ നിർബന്ധമല്ലോ? എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. പടച്ചവനെ, ബുദ്ധിയും കഴിവുമുള്ള പ്രായപൂർത്തിയായ എല്ലാ ആടിനും പെണ്ണിനും മുസ്ലിമീങ്ങൾക്ക് മുഴുവനും 5 നേരത്തെ നിസ്കാരം നിർബന്ധമാണ്. 7 വയസ്സുള്ളവരോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. 7 വയസ്സുള്ളവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ അടിച്ച് നിസ്കരിപ്പിക്കണം. 7 വയസ്സുള്ളവനോട് നമസ്കരിക്കാൻ കൽപ്പിക്കണം. 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവൻ എന്ത് ചെയ്യണം? പറചങ്ങാതിമാരെ, എന്ത് ചെയ്യണം? ഉറക്കമെന്ന് പറഞ്ഞേ. നിങ്ങൾ നിർത്തിയിട്ട് പുറകിരിക്കണവർ വരാ. 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവൻ എന്ത് ചെയ്യണം? ഉറക്ക പറഞ്ഞ് എന്ത് ചെയ്യണം? അടിക്കണം. നിസ്കരിക്കാത്തതിന്റെ പേരിൽ മക്കളെ തല്ലിയ ഏതെങ്കിലും ഒരു വാപ്പയുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്ക്. കണ്ടിട്ട് മരിക്കാനുള്ള കൊതിയുണ്ടാ? എടാ, നിസ്കരിക്കാത്തതിന്റെ പേരിൽ 10 വയസ്സ് പോട്ടെ, അത് വിട്. 15 വയസ്സായി, 18 വയസ്സായി, നിസ്കരിക്കാത്തതിന്റെ പേരിൽ മക്കളെ തല്ലിയ ഏത് വാപ്പായുമായ അവളെ സ്കൂളിൽ മാർക്ക് കുറഞ്ഞാൽ തല്ലും. സ്കൂളിൽ മാർക്ക് കുറഞ്ഞാൽ തല്ലും. പക്ഷെ നിസ്കരിക്കാത്തവരെ തല്ലണോന്നാ പറഞ്ഞേ. 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ തല്ലി നിസ്കരിപ്പിക്കണം. അതിനുള്ള ധൈര്യമുണ്ടോ? വാപ്പായ്ക്ക് ധൈര്യമില്ല. വാപ്പായ്ക്ക് ധൈര്യമില്ല. കാരണം വാപ്പ നിസ്കരിക്കാറില്ല. തല്ലാൻ പോയാൽ മോൻ ചോദിക്കുക, ആദ്യം വാപ്പ പോയി നിസ്കരിക്കും. ആദ്യം വാപ്പ നിങ്ങൾ നന്നാവ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ചിന്തിക്കണം നമ്മുടെ അവസ്ഥ എന്താ. നിങ്ങൾ 5 നേരം നിസ്കരിക്കുന്ന വലിയ മഹാന്മാരൊക്കെ തന്നെ. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തിലെ ഏറ്റവും വൃത്തികെട്ടവര് 3 വിഭാഗമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാന്റെ കോടതിയിലെ ഏറ്റവും വൃത്തികെട്ടവര് 3 വിഭാഗം. കള്ളുകുടിയനല്ല, പലിശ തിന്നുന്നവനല്ല, കാഫിരീങ്ങളല്ല, അള്ളാനെ മറന്നു നടക്കുന്നവനല്ല,
പ്രവാചകൻ പറഞ്ഞു, അള്ളാഹു അവരോട് സംസാരിക്കില്ല, അള്ളാഹു അവരുടെ മുഖത്ത് നോക്കില്ല, അള്ളാഹു അവരോട് കരുണ കാണിക്കില്ല. ആ 3 വിഭാഗത്തിൽ ഒരു വിഭാഗം തന്റെ ഭാര്യയും മക്കളും ഇശാ നമസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് തിരിച്ച് നീ നിന്റെ വീട്ടിലേക്ക് പോകുമ്പോ നിന്റെ ഭാര്യയും മക്കളും ഇരുന്ന് സീരിയൽ കാണുന്നുണ്ട്, നിസ്കരിക്കാതെ ഇരിക്കുന്നുണ്ട്. അത് കണ്ടിട്ട് ആ തെറ്റിനെ നിസാരമായി കാണുന്ന വാപ്പ, നിന്നെ അള്ളാഹ് വെറുതെ വിടത്തില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിന്നെ അള്ളാഹു വെറുതെ വിടത്തില്ല. നീ രാവിലെ സുബഹി നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വരുമ്പോ നിന്റെ 18 വയസ്സുള്ള മകൻ അവിടെ കിടക്കുന്നുണ്ട്, നിന്റെ കൂടെ കിടന്ന ഭാര്യ അവിടെ കിടക്കുന്നുണ്ട്. അവരെ വിളിച്ചുണർത്തി നിസ്കരിപ്പിക്കാതെ നീ പള്ളിയിൽ പോയിട്ട് എന്ത് കാര്യമുള്ള? അള്ളാഹു എന്തേ പറഞ്ഞ? നരകത്തിൽ നീ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്നല്ല പറഞ്ഞേ, നീ നിന്റെ കുടുംബത്തെ കൂടെ രക്ഷപ്പെടുത്തണമെന്നാ പറഞ്ഞേ. പാപ്പ നീ പള്ളിയിൽ വന്ന് 5 നേരം നിസ്കരിക്കുന്നവനാ, നിന്റെ മകൻ വരാറില്ല, നിന്റെ കൂടെ കിടന്ന ഭാര്യ എഴുന്നേറ്റ് നിസ്കരിക്കാറില്ല, നിന്റെ പെമ്മക്കൾ എഴുന്നേറ്റ് നിസ്കരിക്കാറില്ല. അത് നിന്റെ ബാധ്യതയില്ലേ നിസ്കരിപ്പിക്കേണ്ടത്? നിങ്ങൾ ചോദിക്കൂ, ഉസ്താദെ, മക്കളെ പ്രായപൂർത്തിയായ മഹാനായി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പൊന്നുമകളുടെ വിവാഹം കഴിഞ്ഞു. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അലിയാർ തങ്ങളുടെ കൂടെ മണിയറയ്ക്കകത്ത് കിടക്ക, തന്റെ പൊന്നുമോള് ഭർത്താവിന്റെ വീട്ടിൽ കിടക്ക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുബഹിന്റെ സമയത്ത് മകളുടെ വീടിന്റെ മുന്നിൽ കെട്ടിച്ചുവിട്ട മകളുടെ വീടിന്റെ മുന്നിൽ പോയിട്ട് വിളിക്കും, മോളെ ഫാത്തിമ എഴുന്നേറ്റ് നിസ്കരിക്കും മോളെ. പാപ്പ കല്യാണം കഴിച്ചു വിട്ട മക്കളുടെ വീട്ടിലെങ്ങും പോണ്ട, നീ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വരാൻ നിന്റെ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോ ആ പോകുന്ന വഴിയിൽ അടുത്ത റൂമിന്റെ അകത്ത് കിടന്നുറങ്ങുന്ന മക്കളെ നീ വിളിച്ചുണർത്താറുണ്ടോ? അള്ളാഹു നിങ്ങൾക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഒരു വീട്ടിലെ വാപ്പ എങ്ങനെ ആകണമെന്നറിയൂ? ഒരു വീട്ടിലെ മാതാവ് എങ്ങനെയാകണം? പിതാവ് എങ്ങനെയാകണം? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ പോലെയാകണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ഞാൻ നിങ്ങൾക്ക് ഖുർആനിലെ ഒരായത്ത് പറഞ്ഞു തരാം. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒറ്റ ആയത്ത് ഞാൻ പറഞ്ഞു തരാം. ഈ ആയത്ത് നമസ്കരിക്കാതെ കടന്നുറങ്ങുന്നത് മകനാകട്ടെ, മകളാകട്ടെ, ഭാര്യയാകട്ടെ, ഭർത്താവാകട്ടെ, കൂടപ്പുറപ്പാകട്ടെ, ആരുമാകട്ടെ, ഈ ഒരൊറ്റ ആയത്ത് ആ മക്കൾക്ക് ഓതി കൊടുത്താൽ മതി. ഏത് ഉറക്കത്തിൽ കിടക്കുന്നവനാണെങ്കിലും, എത്ര അനുസരണയില്ലാത്തവനാണെങ്കിലും, ഒരു കടുകുമണിയുടെ അളവെങ്കിലും അവന്റെ ഹൃദയത്തിൽ ഈമാനുണ്ടെങ്കിൽ ഈ ഒറ്റ ആയത്ത് ഓതി കൊടുത്താൽ മതി, എഴുന്നേറ്റ് നിസ്കരിക്കും. അള്ളാഹു ആയത്ത് പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ആയത്ത് പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഈ ആയത്ത് നിങ്ങൾ ഓതണം. നിങ്ങളുടെ മക്കളുടെ മുന്നിൽ, നിങ്ങളുടെ ഭാര്യയുടെ മുന്നിൽ നിസ്കരിക്കാതെ കടന്നുറങ്ങുന്നവരുടെ ചാരത്ത് ചെന്നിട്ട് ഈ ഒരൊറ്റ ആയത്ത് ഓതി കൊടുത്താൽ മതി. അള്ളാഹു നമ്മുടെ മക്കൾക്ക് ഈമാൻ കൊടുക്കും, എഴുന്നേറ്റ് നിസ്കരിക്കും. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഒരായത്ത് ഞാൻ പറഞ്ഞു തരാം. എന്തെന്നറിയോ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പടച്ചവനെ എഴുന്നേൽക്കുകയാണ്. അതാ നമസ്കാരത്തിന്റെ സമയമായാൽ അവിടെ തന്റെ ചാരത്ത് കിടക്കുന്ന പ്രിയപ്പെട്ട ഭാര്യയെ വിളിച്ചുണർത്തിയിട്ട് നിസ്കരിക്കാറ്. അവിടെ തന്റെ ഭാര്യയെ വിളിച്ചുണർത്തുകയാണ്. എന്നിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തന്റെ പൊന്നാര മക്കളുടെ ചാരത്തേക്ക് കടന്നു പോവുകയാണ്. കിടന്നുറങ്ങുന്ന മക്കളുടെ ചാരത്ത് ചെന്നിട്ട് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്താണ് ഓതി കൊടുക്കുന്നത്. മക്കളെ എഴുന്നേക്കടാ, മക്കളെ എഴുന്നേക്കടാ, എഴുന്നേറ്റ് നിസ്കരിക്കടാ. നിസ്കരിച്ചാൽ അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഉറങ്ങുന്ന മക്കളോട് പറഞ്ഞു കൊടുത്ത 2 പ്രതിഫലമാണ്. ഈ സദസ്സിലിരിക്കുന്ന എല്ലാ ഉപ്പമാരും ഉമ്മമാരും ഈ ആയത്ത് പഠിച്ചോ. നാളെ മുതൽ ഓതാനുള്ളതാണ്. സുബ്ഹി നമസ്കരിക്കാതെ കിടന്നിറങ്ങുന്ന മക്കളുടെ ചാരത്ത് ചെന്നിട്ട് അവിടുന്ന് ഓതി കൊടുക്കേണ്ട ഒരായത്താണ്. ഏതായത്തെന്നറിയുമോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്കാ നഹ്നു നർസുകുക വൽ ആഖിബത്തു ലിത്തഖ്വാ.
അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, നമസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന ഭാര്യയുടെ മക്കളെ ചാരത്ത് ചെന്നിട്ട് അവരെ വിളിച്ചു നിർത്തിയിട്ട് നിസ്കരിക്കാ പറയുന്ന ഉപ്പമാര്, നിസ്കരിക്കാ പറയുന്ന ഉമ്മമാര്, നിങ്ങൾക്ക് അല്ലാഹു തരുന്ന പ്രതിഫലമാണോ, നിങ്ങൾക്ക് അല്ലാഹു തരുന്ന പ്രതിഫലമാണോ. നമസ്കരിക്കാതെ കിടന്നുറങ്ങുന്നവരോട് പറഞ്ഞു കൊടുക്കണം. എന്റെ പ്രിയമുള്ളവരെ, എന്തേ പറഞ്ഞു കൊടുക്കേണ്ടതെന്നറിയുമോ? ആരോടാ പറയുന്നത്? ഇതാരോടാ പറയുന്നത്? എന്റെ പ്രിയമുള്ളവരെ, നമസ്കരിക്കാൻ വെള്ളിയാഴ്ച പോലും പള്ളികൾ നമസ്കരിക്കാൻ വിടാത്ത സ്കൂളിലേക്ക് തന്റെ പൊന്നാര മക്കളെ കൊണ്ട് ചേർത്തിരിക്കുന്ന മാതാപിതാക്കളോടാ ദുഹർ നമസ്കാരമല്ല, എല്ലാ ദിവസവും ദുഹർ നമസ്കരിക്കാൻ പോകുന്നത് പോയിട്ട് വെള്ളിയാഴ്ച പോലും നമസ്കരിക്കാൻ അനുവദിക്കാത്ത സ്കൂളിലാണ് പല മാതാപിതാക്കളും തന്റെ പൊന്നാര മക്കളെ കൊണ്ടുപോയി പഠിപ്പിക്കുന്നത്, കൊണ്ടുപോയി ചേർത്തിരിക്കുന്നത്. എന്റെ പ്രിയമുള്ളവരെ, എന്തിനു വേണ്ടിയാ? നിന്റെ മക്കള് പട്ടിണിയില്ലാതെ കഴിയാറാണ്, നിന്റെ മക്കള് നല്ല നിലയിലെത്തുന്നത് കാണാറാണ്. മോനെ, നല്ലതുപോലെ പഠിക്കണം, നല്ല മാർക്ക് വാങ്ങണം, നല്ല വിജയം കിട്ടണം, എങ്കിലേ നല്ല ജോലി കിട്ടൂ. നല്ല ജോലി ഉണ്ടെങ്കിലേ നല്ല പണമുണ്ടാകൂ, എങ്കിലേ നല്ല ജീവിതമുണ്ടാകൂ, എങ്കിലെ സ്നേഹമുള്ള വാപ്പാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, നമസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന മക്കളോട്, സ്കൂളിൽ പറഞ്ഞു വിടുന്ന മക്കളോട് പറയണം, എങ്ങനെയെങ്കിലും ദുഹർ നമസ്കരിക്കണോ. എന്റെ പൊന്നാര മക്കള് നമസ്കാര കളയാക്കില്ലേ. എന്തേ പറഞ്ഞു കൊടുക്കേണ്ടത്? ഒന്നാമത്തെ പ്രതിഫലമെന്താ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, 5 നേരം തന്റെ ഭാര്യയെയും തന്റെ മക്കളെയും വിളിച്ചുണർത്തിയിട്ട് നിസ്കരിപ്പിച്ച അല്ലാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലമെന്ത്? ഒരു പള്ളിയുടെ മുന്നിലും നീ പിരിവിന് പോകണ്ട, ഒരു പള്ളിയുടെ മുന്നിലും നീ പിരിക്കാൻ പോകണ്ട. അല്ലാഹുവേ, വെള്ളിയാഴ്ച പള്ളിയുടെ വെളിയിലിറങ്ങുമ്പോ ഓർത്തു പിരിച്ചിട്ടിരുന്ന് യാചിക്കുന്ന എത്രയോ യാചകന്മാരെ കാണുന്നവരാ. ഈ പരിശുദ്ധമായ റമദാനിലോ ഓരോ വീടുകളെ കേറിയിറങ്ങി പിരിവിന് നടക്കുന്നവരെ കണ്ടിട്ടുണ്ടല്ലോ. എങ്കിൽ അല്ലാഹു പറയുകയാ, ലാ നസ്അലുക റിസ്കാ നഹ്നു നർസുകു. അല്ലാഹു പറയുകയാണ്, നിനക്കും നിന്റെ കുടുംബത്തിനും മരിക്കുന്ന കാലം വരെ ഞാൻ ഭക്ഷണം തരാ. അല്ലാഹു പറഞ്ഞത് വാക്ക് പറഞ്ഞാ പാലിക്കുന്നവനാണല്ലോ. അല്ലാഹു പറയുകയാ, നിനക്കും നിന്റെ ഭാര്യക്കും മക്കൾക്കും മരിക്കുന്ന കാലം വരെ ഞാൻ ഭക്ഷണം തരാ. നീ ഭക്ഷണം തേടി നടക്കണ്ട, നീ റിസ്ക് തേടി നടക്കണ്ട. ഞാനാടാ റാസിഖ്, ഞാനാണ് ഭക്ഷണം തരുന്നവന്. മരിക്കുന്ന കാലം വരെ നിന്നെ ഞാൻ പട്ടിണിക്കിടൂല, നിനക്ക് തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരാമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ സൂറത്തു ത്വാഹ, സൂറത്തു ത്വാഹ 135-ാമത്തെ ആയത്താണെന്ന് തോന്നുന്നു, അതോ 132 എങ്ങോട്ടുള്ള ഏതോ 132 മുതൽ 136 ഇടയിലുള്ള ഏതോ ആയത്താ. അല്ലാഹു പറയാ, നീ റിസ്ക് തേടി നടക്കണ്ട, ഞാൻ തരാം. എടാ, മരിക്കുന്ന കാലം വരെ 5 നേരം നിസ്കരിച്ച നിനക്കും നിന്റെ ഭാര്യക്കും നിന്റെ മക്കൾക്കും ഞാൻ തിന്നാൻ തരാമെന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്നാമത്തെ പ്രതിഫലം അത് തന്നെ, ഒന്നാമത്തെ പ്രതിഫലം അത് തന്നെ. ഇത് പറയുമ്പോൾ നിങ്ങൾ ചോദിക്കുക, ഉസ്താദെ, ഞാൻ ഒരു ദിവസം ജോലിക്ക് പോയില്ലെങ്കിൽ എന്റെ കുടുംബം പട്ടിണിയാവും. ശരിയാ, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. ഞാൻ ഒരു ദിവസം ജോലിക്ക് പോയില്ലെങ്കിൽ എന്റെ കുടുംബത്തിന് ആരാ ഭക്ഷണം കൊടുക്ക, എന്റെ മക്കൾക്ക് ആരാ ഭക്ഷണം കൊടുക്ക എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം തിരിച്ചു ചോദിക്കട്ടെ, നീ മരിച്ചാൽ നിന്റെ പെണ്ണുമ്പിള്ളയ്ക്കും മക്കൾക്കും ആരാ ഭക്ഷണം കൊടുക്കണം? നീ ഒരു ദിവസം ജോലിക്ക് പോയി കഷ്ടപ്പെട്ട് പൈസ കൊണ്ടുവന്നാലേ നിന്റെ മക്കള് കഴിയുമെങ്കിൽ നീ മരിച്ചാൽ നിന്റെ പെണ്ണുപിള്ളയ്ക്ക് മക്കൾക്ക് ആരാ ഭക്ഷണം കൊടുക്കണത്? അല്ലാഹ്. എന്റെ അല്ലാഹ്ക്ക് എപ്പോഴും പറ്റൂലേ? അല്ലാഹ് പറഞ്ഞേ, അല്ലാഹു പറയുകയാ, ഞാൻ ആ റിസ്ക് തരുന്നവൻ മരിക്കുന്നത് വരെ തരും, മുടക്കമില്ലാതെ. അല്ലാഹു നമുക്ക് റിസ്കിൽ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഒന്നാമത്തെ പ്രതിഫലം ഇതാ പറഞ്ഞു കൊടുക്കേണ്ടത്. സ്കൂളിൽ പോകുന്ന മക്കളോട് പറയണം, മോനെ, എങ്ങനെയെങ്കിലും ളുഹർ നിസ്കരിക്കണം, എങ്ങനെയെങ്കിലും നീ ളുഹർ നിസ്കരിക്കണം. അതെങ്ങനെ നിസ്കരിക്കാൻ വെള്ളിയാഴ്ച പോലും വിടാത്ത സ്കൂളിലേക്ക് കൊണ്ടുപോയി നമ്മുടെ മക്കളെ വിടുന്നത്?
അള്ളാഹു പറയുകയാ മരിക്കുന്ന കാലം വരെ പട്ടിണിയില്ലാതെ കഴിയാം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇത് പറഞ്ഞാൽ ഉടനെ ഇന്നത്തെ ചെറുപ്പക്കാർ എഴുന്നേറ്റ് നിസ്കരിക്കോ? എടാ, നിസ്കരിച്ചാൽ മരിക്കുന്ന കാലം വരെ അള്ളാഹു ഭക്ഷണം തരുമെന്ന് പറഞ്ഞാൽ എല്ലാ മക്കളും എഴുന്നേക്കൂല. ചിലത് പുതപ്പ് തലയെ കൂടെ എടുത്തിട്ട് തിരിഞ്ഞു കിടക്കും. ചില മക്കള് തിരിഞ്ഞു കിടക്കും. ആ തിരിഞ്ഞു കിടക്കുന്ന സമയത്ത് മക്കളോട് രണ്ടാമതൊരു പ്രതിഫലം പറഞ്ഞു കൊടുക്കണം. ഉറങ്ങുന്ന മക്കളെ വിളിച്ചിരുത്തണം. എന്നിട്ട് ചോദിക്കണം, മോനെ, ഒരു നല്ല മരണം വേണമെന്ന് നിനക്ക് ആഗ്രഹമില്ലേ? മോനെ, ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ 70,000 മലക്കുകൾ അടങ്ങുന്ന 70 മുതൽ 70,000 മലക്കുകൾ വരെ അടങ്ങുന്ന ഒരു സൈന്യമായി മലക്കുൽ മൗത്ത് നിന്റെ മുന്നിലേക്ക് കടന്നു വരുമെന്ന് ഉറപ്പാണല്ലോ. എപ്പോഴെവിടെ വെച്ചാണ് വരുന്നതെന്നറിയില്ല. ഒരു ദിവസം നിങ്ങളുടെ മുന്നിലേക്ക് അതാ മലക്കുൽ മൗത്തും തന്റെ അനുയായികളും കടന്നു വരികയാണ്. ഇന്ന് വരെ ഞാനോ നിങ്ങളോ മലക്കുകളെ കണ്ടിട്ടില്ല. പക്ഷേ കാണുന്ന ഒരു ദിവസമുണ്ട്. ഇതേ കണ്ണുകൊണ്ട് കാണുമെന്നല്ലയാ പറഞ്ഞത്. ഒരു ദിവസം കാണുകയാണ്. അവർ മുഴുവനും നമ്മുടെ മുന്നിലേക്ക് ഇറങ്ങി വരുമ്പോ തുഴഞ്ഞ് താഴെ വീഴുകയാണ്. ചുറ്റുഭാഗം മുഴുവനും വളർന്നു നിൽക്കുകയാണ്. എന്നിട്ട് പറയുന്ന, വിളിക്കടാ, ആരെ വേണമെങ്കിലും വിളിച്ചോ, നിന്നെ കൊണ്ടുപോകാമെന്നതാണ്, നിന്റെ റൂഹ് പിടിക്കാമെന്നതാണ്, രക്ഷപ്പെടുത്താൻ ആരെ വേണമെങ്കിലും വിളിച്ചോ. ഇദാ ബലഗത്തി തറാഖിയ വകീല മൻ റാഖ വലന്ന അന്നഹുൽ ഫിറാഖ والتفت الساق بالساق إلى ربك يومئذ المساق. മലക്കുകൾ നമ്മളോട് പറയുന്ന ഒരു രംഗമുണ്ട്. എന്നിട്ടതാ കാലിന്റെ തള്ളവെല്ലാം റൂഹിങ്ങനെ പിടിക്കുകയാണ്. അവസാനം അത് തുണ്ടക്കുടിയിലേക്ക് കടന്നു വരുമ്പോ പറയണ്ടേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് മരിക്കാ കൊതിയുണ്ടോ? ഈമാനോട് കൂടിയുള്ള ഒരു നല്ല മരണം വേണോ? ഉസ്താദേ, എന്റെ വാപ്പ മരിച്ചത് വെള്ളിയാഴ്ചയാണ്, എന്റെ ഉമ്മ മരിച്ചത് റമദാൻ മാസത്തിലാണ്. അല്ലാഹുവേ, ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു കൊടുത്തപ്പോ എന്റെ ഉമ്മയും ഉപ്പയും പറയുന്നത് ഞാൻ കേട്ട് ഉസ്താദേ, അഭിമാനത്തോടു കൂടി പറയുന്ന മുസ്ലിമേ, വാപ്പ വെള്ളിയാഴ്ച രാവി മരിച്ചാ നിനക്കൊന്നും അല്ലാഹു തരൂല, നിനക്കൊരു പ്രതിഫലവുമില്ല. പെങ്ങളെ, ഉമ്മ റമളാനിൽ മരിച്ച ഉമ്മയ്ക്കാണ് പ്രതിഫലമുള്ളത്, നിനക്കൊരു പ്രതിഫലവുമില്ല. വെള്ളിയാഴ്ച ദിവസം ചിരിച്ചുകൊണ്ട് മരണ വീട്ടിൽ കിടക്കുമ്പോ പലരുടെയും മയ്യത്തുകള് ചിരിക്കുന്ന മുഖത്തോടെ കിടക്കുന്ന കാഴ്ച കണ്ട വാപ്പാ, നിനക്കും കൊതി തോന്നാറില്ലേ? ഈമാനോടുകൂടിയൊന്ന് മരിക്കണമെന്ന്, ഈമാനോടുകൂടി മരിക്കണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ? ഞാനല്ല പറഞ്ഞത്, നിന്നെ പടച്ച റബ്ബാ പറയുന്നത്. അല്ലാഹുവാട് പറയുന്നത്, നിനക്ക് ഞാൻ നല്ല മരണം തരാ. നിങ്ങൾക്ക് നല്ല മരണം വേണോ? വെള്ളിയാഴ്ച രാവിലെ പോകണോ? കാണാ വരുന്നവരെ മുഴുവനും കൊതിപ്പിക്കുന്ന രീതിയിൽ മരിക്കണോ? അല്ലാഹു പറയുകയാ, ഞാൻ തരാ. നല്ല മരണം വേണോ? ഞാൻ തരാ. എന്തേ ചെയ്യേണ്ടത്? 5 നേരത്തെ നിസ്കാരം മുടക്കാതെ നിനക്കൊന്ന് നിസ്കരിക്കാൻ കഴിയോ? അല്ലാഹു നല്ല മരണം തരാമെന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എവിടെ പോയടാ നിന്റെ ഈമാ? എവിടെ പോയടാ നിന്റെ ഈമാ? പള്ളിക്കകത്ത് എഴുത്തിക്കാതിരുന്നവനാണ്, തറാവീഹ് നിസ്കരിച്ചവനാണ്, തഹജ്ജുദ് നിസ്കരിച്ചവനാണ്, തസ്ബീഹ് നിസ്കരിച്ചവനാണ്, ജമാഅത്തായി വിത്ർ നമസ്കരിച്ചവനാണ്. എവിടെ പോയടാ പൊന്നുമോനെ നിന്റെ ഈമാ? ആരാ നിസ്കരിക്കാ പള്ളിയിൽ നിന്ന് കേറുന്നത്? എന്റെ ചെറുപ്പക്കാരാ, ഒരു നല്ല മരണം വേണ്ടേ?
കൊതിയില്ലേടാ പൊന്നുമോനെ. മഹാനായ ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു പോലെ ഒരു ചെറുപ്പക്കാരനായിരുന്നില്ലോ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു. അവിടുന്ന് തൂക്കുമരത്തിന്റെ മുന്നിൽ ശത്രുക്കളെ പിടിച്ചു കൊണ്ടുപോയി നിർത്തിയിരിക്കുകയാണ്. കൊല്ലാ സമയമാകുമ്പോ അവര് ചോദിക്കുന്നു, ഹുബൈബേ എന്തിനാടാ ചെറുപ്രായത്തിൽ ചാകുന്നത്? നീ ഞങ്ങളുടെ കൂട്ടുകാരനാണ്, എന്തിനാണ് ചെറുപ്രായത്തിൽ നീ ഇങ്ങനെ ആയുസ് കളയുന്നത്? എന്തിനാ പുതിയ മതം എന്തിനാണ് വലിച്ചെറിഞ്ഞിട്ട് വാ ഹുബൈബേ, നിനക്ക് പണം തരാം, നിനക്ക് ഞാൻ എത്ര സമ്പത്ത് വേണമെങ്കിലും തരാം, ഏത് പെണ്ണിനെ വേണമെങ്കിലും നിന്റെ കൂടെ വിട്ടുതരാ, കളഞ്ഞിട്ട് വരാൻ പറയുമ്പോ ഹുബൈബ് പറഞ്ഞു, എനിക്ക് ദീനാണ് വേണ്ടത്. അവസാനം അവര് പറഞ്ഞു, നീ എങ്കിൽ ഇസ്ലാം മതം വലിച്ചെറിയണ്ട, മുഹമ്മദിനെ കുറിച്ച് മോശമായിട്ട് എന്തെങ്കിലും പറ. അതിനും ഹുബൈബ് തങ്ങൾ തയ്യാറായില്ല. അവസാനം അവിടുന്ന് ഹുബൈബിനെ കൊല്ലാ സമയമാകുമ്പോ അവര് ചോദിക്കുന്നു, ഹുബൈബേ വല്ല ആഗ്രഹവും ഉണ്ടെങ്കിൽ പറ, നിന്റെ അവസാനത്തെ ആഗ്രഹം എന്താണ്? നിന്റെ അവസാനത്തെ മോഹം എന്താണ്? ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത് എന്തെന്നറിയുമോടാ ചെറുപ്പക്കാരാ? അവസാനത്തെ മോഹം എന്തെന്ന് ചോദിക്കുമ്പോ എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കണമെന്നാ പറഞ്ഞത്, എനിക്ക് 2 റക്അത്ത് നമസ്കരിക്കണമെന്നാണ് പറഞ്ഞത്. അവിടുന്ന് ഉദവെടുത്തു, പെട്ടെന്ന് 2 റക്അത്ത് നമസ്കരിച്ചു. എന്നിട്ട് സുജൂദിൽ കിടന്ന് കരയുന്നു, നാഥാ എപ്പോഴും വലിയ വലിയ സൂറത്തുകൾ ഓതിയിട്ടാണ് ഞാൻ നിസ്കരിക്കാറുള്ളത്. പെട്ടെന്ന് നിസ്കാരം നിർത്തി. അല്ലാഹുവേ പടച്ചവനെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല തമ്പുരാനേ, എനിക്ക് വലിയ സൂറത്ത് ഓതണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എന്റെ നിസ്കാരം നീണ്ടുപോയോ. ഇവന്മാര് വിചാരിക്കും എനിക്കും മരിക്കാ പേടിയാണെന്നോ, അതുകൊണ്ടാണ് പെട്ടെന്ന് നിസ്കരിച്ചത്. 2 റക്അത്ത് നമസ്കരിച്ചു. അവിടുന്ന് തൂക്കുമരത്തിന്റെ മുന്നിലേക്ക് കയറി നിന്നു. ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു തന്റെ കഴുത്തിലേക്ക് കയറ് മുറുകി. ചെറുപ്പക്കാരാ, അതാ മലക്കുകളെ കിടന്നു വന്നു. ആ തൂക്കുമരത്തിൽ കാണുന്നു, തൂക്കുമരത്തിൽ കിടന്ന് ആടുന്ന ഹുബൈബിന്റെ മുന്നിലേക്ക് മലക്കുകൾ കിടന്നു വന്നു. എന്നിട്ട് പറഞ്ഞതെന്നറിയുവോ? أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي. മലക്കുകൾ ചോദിക്കുന്നു, ഹുബൈബേ കണ്ടോ? സ്വർഗത്തിലെ വസ്ത്രം പിടിച്ചുകൊണ്ട് മലക്കുകൾ നിരന്നു നിൽക്കുന്നത് കണ്ടോ? നിന്നെ കൊണ്ടുപോകാനാ, നിന്നെ സ്വീകരിക്കാനാ, അതുകൊണ്ട് കരയല്ലോ. ഇവരുടെ മുഖത്ത് നോക്കിയിട്ട് വിളിച്ചവർ, ഇവരുടെ മുഖത്ത് നോക്കിയിട്ട് അല്ലാഹുവേ അവിടുന്ന് വിളിച്ചവർ ഹുബൈബേ ലാ ഇലാഹ ഇല്ലല്ലാഹ്. മലക്കുകൾ അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാ, മലക്കുകൾ അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാ. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു അവിടെ കിടന്നുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുറക്കെ പറഞ്ഞത്. ആ തൂക്കുമരത്തിൽ കിടന്നിട്ട് പുഞ്ചിരിക്കുന്ന മുഖത്തോടെ ഹുബൈബ് തങ്ങളങ്ങ് യാത്രയാവുകയാ. അല്ലാഹുവേ മയ്യത്തടിക്കാൻ അനുവദിച്ചില്ല. ഹുബൈബ് തങ്ങളുടെ ജനാസ അവിടെ തന്നെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുകയാണ്, അടിക്കാൻ അനുവദിക്കുന്നില്ല. അവസാനം അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ ആരാണ് എന്റെ ഹുബൈബിന്റെ ജനാസ കൊണ്ടുവരുന്നത്? ആരാണ് ഹുബൈബിന്റെ ജനാസ കബറടക്കുന്നത്? ഒരു സ്വഹാബി പറഞ്ഞു, ഞാൻ കബറടക്കാൻ നബിയോ. അവിടെന്ന് പ്രവാചകന്റെ മുന്നിൽ നിന്ന് കടന്നു പോവുകയാണ്. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ കഴുകുമരത്തിൽ ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുമ്പോ ഈ സ്വഹാബി നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഒരു സുന്ദരിയായ സൗന്ദര്യ റാണിയായ
ഒരു ചെറുപ്പക്കാരിയായ പെണ്ണുണ്ടല്ലോ, ശത്രുക്കളുടെ മുന്നിലേക്ക് ഓടുകയാണ്. ഒരു സുന്ദരിയായ യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഒരു പെണ്ണുണ്ടല്ലോ, ശത്രുക്കളുടെ മുന്നിലേക്ക് ഓടുകയാണ്. ഓടി ചെന്നിട്ട് ചോദിക്കുകയാ, ഹുബൈബിന്റെ തല എനിക്ക് മുറിച്ചു തരണേ, ഈ ഹുബൈബിന്റെ തല എനിക്ക് മുറിച്ചു തരണേ. എന്തിനാണ് പെണ്ണ്, എന്തിനാണ് പെണ്ണ്? ഹുബൈബിന്റെ തല വെട്ടി പൊളിച്ചിട്ട് ഇവന്റെ തലയോട്ടിക്കകത്ത് കള്ളൊടിച്ചു കുടിക്കാനാ, ഇവന്റെ തലയോട്ടിക്കകത്ത് കള്ളൊടിച്ചു കൊടുക്കാറോ. ഞാൻ ശപഥം ചെയ്തിരിക്കുകയാണോ, നിങ്ങളുടെ കൂടെ ആരുടെ കൂടെ വേണമെങ്കിലും ഞാൻ കിടക്കാൻ തയ്യാറാണോ, എനിക്ക് ഇവന്റെ തല വേണമെന്ന് പറഞ്ഞു ശത്രുക്കളോട് പറയുമ്പോ എല്ലാവരും ഹുബൈബ് തങ്ങളുടെ ചാരത്തേക്ക് പോകുകയാണ്. ഈ സ്വഹാബി ഒരു ഈന്തപ്പന മരത്തിന്റെ മുകളിൽ കയറി. എന്താണ് നടക്കുന്നത്? സുബ്ഹാനല്ലാഹ്. എല്ലാവരും നാല് ഭാഗത്തേക്ക് ഓടുകയാണ്. എന്താണ് സംഭവിച്ചതെന്നറിയില്ല. കുറേ സമയം കഴിഞ്ഞു. ഈ സഹാബി ഈന്തപ്പന മരത്തിന്റെ താഴെ ഇറങ്ങി. അല്ലാഹുവേ, ഹുബൈബ് തങ്ങളെ തൂക്കിലേറ്റിയ സ്ഥലമുണ്ടല്ലോ, ആ കഴുകുമരത്തിന്റെ ചുവട്ടിലേക്ക് ചെല്ലുമ്പോ ഹുബൈബ് തങ്ങളുടെ ജനാസ കാണുന്നില്ല. ഹുബൈബ് തങ്ങളുടെ ജനാസ കാണുന്നില്ല. പൊട്ടിക്കരഞ്ഞുകൊണ്ടില്ല ഹദ്റത്ത് റസൂലുള്ളാഹ്. മുത്തുനബിയുടെ ചാരത്തേക്ക് ഓടുകയാണ്. നബിയേ, ജനാസ കാണുന്നില്ല നബിയേ, ഹുബൈബിന്റെ ജനാസ കാണുന്നില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകർ അവിടെന്ന് പറഞ്ഞു മറുപടി എന്തെന്നറിയുമോ? നിസ്കരിക്കുന്ന ചെറുപ്പക്കാരോ, മരിക്കുന്നത് വരെ പടച്ചവൻ നിനക്ക് ഭക്ഷണം തരുവടോ, രണ്ട് നല്ല മരണം തരുവടോ, രണ്ട് നല്ല മരണം തരുവടോ. മൂന്ന് മുത്തുനബി പറഞ്ഞതെന്തെന്നറിയുമോ? അവസാനത്തെ മോഹമെന്തെന്ന് ചോദിച്ചപ്പോ എനിക്ക് നിസ്കരിക്കണമെന്ന് പറഞ്ഞ ആ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ കാണുന്നില്ലെന്ന് നടന്ന സംഭവങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോ മുത്തുനബി പറഞ്ഞു, സ്വഹാബാ, മലക്കുകളെ മയ്യത്ത് കബറടക്കി സഹാബാ. ഹുബൈബിന്റെ ജനാസ മലക്കുകളെ കബറടക്കി, ഹുബൈബിന്റെ ജനാസ മലക്കുകളെ കബറടക്കി. എന്റെ പ്രിയപ്പെട്ട വാപ്പമാരെ, അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് ബാങ്ക് വിളിക്കുമ്പോ സുഖമില്ലെങ്കിലും നടക്കാൻ കഴിയില്ലെങ്കിലും രോഗമാണെങ്കിലും വേച്ച് പള്ളിയിൽ പോയി നിസ്കരിച്ചത് വെറുതെയല്ല വാപ്പാ. അല്ലാഹുവേ, ആരോഗ്യമുള്ള ചെറുപ്പക്കാരികൾ നിന്റെ വീടിന്റെ അകത്തിരിക്കുമ്പോ എഴുന്നേറ്റ് നിസ്കരിച്ചത് വെറുതെയല്ല ഉമ്മ. പള്ളിപ്പറമ്പിലേക്ക് നിന്റെ ജനാസ കൊണ്ടുവരുമ്പോ ഇവിടെ എങ്ങും സ്ഥലം തികയൂല, ഇവിടെ എങ്ങും സ്ഥലം തികയൂല. കാരണം മലക്കുകളാണ്, അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകളുണ്ടല്ലോ. എന്റെ ജനാസ കബറടക്കാൻ ഇറങ്ങി വരുമെന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ, മരിക്കുന്ന കാലം വരെ പടച്ചവൻ നിനക്ക് റിസ്ക് തരികയാണ്. രണ്ട് നല്ല മരണം തരികയാണ്. മൂന്ന് നിന്റെ ജനാസ കബറടക്കോ അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വരികയാ. നാല് സന്തോഷവും സമാധാനവുമുള്ള ഒരു ജീവിതമാണ്. അഞ്ചാമത്തെ ഒരു പ്രതിഫലം കൂടെ പറയാ, അഞ്ചാമത്തെ ഒരു പ്രതിഫലം കൂടെ പറയാ. മഹാനായ അബൂ സിനാൻ റളിയല്ലാഹു തആല അൻഹു ഒരു മകനുണ്ടായിരുന്നു. മകനോട് വല്ലാത്ത സ്നേഹമാണ്. എവിടെ പോയാലും ബാപ്പയും മകനും ഒരുമിച്ചാണ് നടക്കുന്നത്. അവസാനം അബൂ സിനാൻ തങ്ങൾ മരണപ്പെട്ടു. ഉടനെ മയ്യത്ത് കുളിപ്പിച്ചു, പള്ളിയിൽ കൊണ്ടുപോയി നമസ്കാരം കഴിഞ്ഞു. ജനാസ കൊണ്ടുപോയി ആറടി മണ്ണിന്റെ അകത്തിറക്കി വെച്ചു. എന്നിട്ട് എല്ലാവരും മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ.
എന്ന് പറഞ്ഞിട്ട് പിടിമണ്ണ് വാരിയിട്ടു. അബൂ സിനാർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ കൊണ്ടുപോയി ഖബറടക്കി. എന്നിട്ട് എല്ലാവരും ഖബറിന്റെ അകത്തേക്ക് മണ്ണ് വാരിയിട്ടു. ആ ഖബറിന്റെ മുകളിൽ മണ്ണ് വാരിയിട്ടിട്ട് എല്ലാവരും പിരിഞ്ഞു പോകുമ്പോ അബൂ സിനാർ റളിയല്ലാഹു തആല അൻഹുവിന്റെ പൊന്നുമകൻ ആ ഖബറിന്റെ ചാരത്ത് നിൽക്കാൻ തുടങ്ങി. ചരിത്രം പറയുന്നു 11 വയസ്സാണ്. 11 വയസ്സുള്ള മകൻ തന്റെ പിതാവിന്റെ ഖബറിന്റെ ചാരത്ത് നിൽക്കുകയാ. കുടുംബക്കാരൊക്കെ ചോദിച്ചു, എന്തിനാ മോനെ ഇവിടെ നിൽക്കുന്നേ? വാപ്പയോടുള്ള കടമകളൊക്കെ കഴിഞ്ഞല്ലോ, ഇനി എന്തിനാ നിൽക്കുന്നേ? നീ വാ, വീട്ടിലേക്ക് പോകാം. ആ പൊന്നുമകൻ പറഞ്ഞു, ഞാൻ വരൂല, എന്റെ വാപ്പാനെ ഒറ്റക്കിട്ടിട്ട് വരൂല. ചില മക്കൾ അങ്ങനെ മാതാപിതാക്കളെ ഖബറടക്കിയിട്ട് പെട്ടെന്ന് ഓടരുത്, അവിടെ നിൽക്കണം. മയ്യത്ത് കൊണ്ടുപോയി പള്ളിപ്പറമ്പിൽ കൊണ്ടുപോയി വാപ്പയുടെയും ഉമ്മയുടെയും ജനാസ കൊണ്ടുപോയി ഖബറിന്റെ അകത്ത് ഇറക്കി വെച്ച് അവസാനം മീസാൻ കല്ലും എടുത്ത് വെച്ചിട്ട് ഓടുകല്ല വേണ്ടത്. 40 ആയത്ത് ഓതുന്ന സമയം ഒരു 5 മിനിറ്റെങ്കിലും നിങ്ങൾ ഖബറിന്റെ ചാരത്ത് നിൽക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. പറക്കേ നബി മുഹമ്മദ് മുസ്തഫ, പറക്കേ നബി മുഹമ്മദ് മുസ്തഫ. നിങ്ങൾക്ക് ബോറടിക്കണണ്ട? ഇല്ല, പിന്നെന്താ ഇരിക്കണെങ്ങനെ? എന്റെ പ്രിയമുള്ളവരെ, മാതാപിതാക്കളുടെ മയ്യത്ത് കൊണ്ടുപോയി ഖബറടക്കിയിട്ട് ഓടാൻ പാടില്ല. മയ്യത്തിന്റെ ചാരത്ത് നിൽക്കണം, ഖബറിന്റെ ചാരത്ത് നിൽക്കണം. ഇന്ന് പള്ളിപ്പറമ്പിൽ പോയി നോക്കിയ മയ്യത്തെ ഖബറടക്കിയിട്ട് ഏറ്റവും അവസാനം പോകുന്നതാരാ? ഖബറടക്കിയിട്ട് ഏറ്റവും അവസാനം പോകുന്നതാരാ? പള്ളിപ്പറമ്പിൽ പോയിട്ടുണ്ടോ? മയ്യത്തെ ഖബറടക്കാൻ പോയിട്ടുണ്ടോ? എന്ന് കൈപൊക്കിക്കുക പോയിട്ടുള്ളവരൊക്കെ. ഖബറിന്റെ ചാരത്ത് നിന്ന് ഏറ്റവും അവസാനം പോകുന്നതാരാ? പറ ചങ്ങാതിമാരാരാ പോണേ? അരമനെ മോദി സാഹിബോ? പിന്നെ അതൊക്കെ ഫണ്ടടാ. ഖബറിന്റെ ചാരത്ത് നിന്ന് ഏറ്റവും അവസാനം പോകുന്നത് ഖബറ് വെട്ടുന്നവന്. കാരണം അവന്റെ ആയുധം എടുക്കണമല്ലോ, അതുകൊണ്ട്, അല്ലാതെ മയ്യത്തിനോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. ഇവിടെ ഈ ഖബറിന്റെ മുകളിൽ ചെടി നടുവോ? എങ്ങനെ മക്കള് കൊണ്ടുവരുമോ? എവിടെ ഇല്ല. ചിന്തിക്കണം. പാപ്പാനെ കൊണ്ടുവന്ന് പള്ളിപ്പറമ്പിൽ കൊണ്ടുവന്ന് ഖബറിന്റെ അകത്ത് ഇറക്കി വെച്ചു, പലക എടുത്ത് വെച്ചു, മണ്ണൊക്കെ ഇട്ടിട്ട് അവസാനം 2 ചെടി നടും. ആരാ ഈ ചെടി വീട്ടിൽ നിന്ന് കൊണ്ടുപോകണ? ആരാള? പൈസ കൊടുത്ത് മേടിച്ച് കൊണ്ടുപോയി വാപ്പാടെ ഉമ്മാടെയും നെഞ്ചത്ത് നട്ട ആരാ ഉള്ള? ഖബറിന്റെ അവസാനം എല്ലാം പണിയൊക്കെ പൂർത്തീകരിച്ചപ്പോൾ ഇവൻ ചോദിക്കും, 2 ചെടി നടണ്ട. ഉടനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും, അടുത്തവന്റെ ഖബറിൽ നിന്ന് മോഷണം നടത്താം. പല്ലവൻ അവന്റെ വാപ്പാടെ നെഞ്ചത്ത് വെച്ചിട്ടുണ്ട്, അത് ഓടിച്ചിട്ട് വെക്കുന്നവർ, അതുപോലെ കൊണ്ടുപോകാത്ത മക്കളെ പിന്നെ ഇനി ഖബറിന്റെ ചാരത്ത് നിൽക്കണത്. എന്റെ പ്രിയപ്പെട്ടവരെ, മരിച്ചുപോയ മാതാപിതാക്കളെ ഖബറടക്കിയിട്ട് ഓടരുത്, അവിടെ നിൽക്കണം ഒരു 5 മിനിറ്റ്, ഒരു 40 ആയത്ത് ഓതുന്ന സമയം. കാരണം എന്തേ? അവര് ഖബറിന്റെ അകത്ത് കിടന്ന് കാണും, അല്ലാഹുവേ എന്റെ കൂട്ടുകാരൻ പോയി. ഖബറടക്കിയിട്ട് ആദ്യം കൂട്ടുകാരൻ പോയി, കൂടപ്പിറപ്പ് പോയി, കുടുംബക്കാര് പോയി. മക്കള് പോയാ അവര് ചിന്തിക്കും, അല്ലാഹ് ഇത്രയും പെട്ടെന്ന് എന്റെ മക്കള് എന്നെ മറന്നുപോയി, അവർക്ക് വിഷമം ഉണ്ടാകുന്ന. എന്നാൽ ഖബറിന്റെ ചാരത്ത് നിന്ന് അവർക്കൊരു ധൈര്യം, ആര് പോയാലും എന്റെ മോൻ പോയില്ലല്ലോ, ആര് പോയാലും പോട്ടെ, എന്റെ മോൻ പോയില്ലല്ലോ. ഖബറിൽ കിടക്കുന്നവർക്ക് ഒരു ധൈര്യം കിട്ടുമെന്ന. അതുകൊണ്ടൊരു 10 മിനിറ്റെങ്കിലും, ഒരു 5 മിനിറ്റെങ്കിലും ഖബറിന്റെ ചാരത്ത് നിൽക്കണം. അള്ളാഹു നമ്മുടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ ഖബറിടം അള്ളാഹു സ്വർഗമാക്കി തരുമാറാകട്ടെ, അള്ളാഹു സ്വർഗ പൂങ്കാവനമാക്കി കൊടുക്കുമാറാകട്ടെ. അബൂ സിനാർ റളിയല്ലാഹു തആല അൻഹുവിന്റെ പൊന്നുമകൻ പറഞ്ഞു, ഞാൻ വരൂല, ഞാൻ ഇവിടെ നിൽക്കും, നിങ്ങളൊക്കെ പൊക്കോ. എന്റെ ഉപ്പാടെ അവസ്ഥ എന്താണെന്നറിയാതെ ഞാൻ വരൂല, എല്ലാവരെയും പറഞ്ഞു വിട്ടു. ഈ പൊന്നുമകൻ ഖബറിന്റെ ചാരത്തിരുന്ന് കരയുകയാ, കരഞ്ഞ് തളർന്നു വീണു. ആ പൊന്നുമകൻ അങ്ങ് ഉറങ്ങിപ്പോയി. ആ സമയത്ത് പിതാവ് തന്റെ പൊന്നാര മകന്റെ സ്വപ്നത്തിലേക്ക് കടന്നു വരികയാണ്. അബൂ സിനാർ റളിയല്ലാഹു തആല അൻഹു ചോദിക്കുന്നു, എന്തേ പൊന്നുമോനെ നീ പോകാത്തത്? എല്ലാവരും പോയല്ലോ, എന്താണ് നീ പോകാത്തതെന്ന് ചോദിക്കുമ്പോൾ പൊന്നുമകൻ ഉപ്പയോട് ചോദിക്കുന്നു, ഉപ്പാ നിങ്ങളെ ഈ കുടിക്കകത്ത് കിടത്തിയിട്ട് എനിക്ക് പോകാൻ കഴിയുമോ? എങ്ങനെയുണ്ട് വാപ്പാ, പുതിയ വീട് എങ്ങനെയുണ്ട് വാപ്പാ? 11 വയസ്സുള്ള പൊന്നുമകൻ തന്റെ വാപ്പയോട് ചോദിക്കുമ്പോൾ അവിടെ നിന്ന് പറയുന്നു, പൊന്നുമോനെ, എന്റെ ഉമ്മ എന്നെ സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കുന്നത് പോലെ ഖബറിനെ കെട്ടിപ്പിടിച്ച് സ്വീകരിച്ചു, ഖബറിനെ കെട്ടിപ്പിടിച്ച് സ്നേഹിച്ചു. വാപ്പ കിടക്കുന്നത് സ്വർണത്തിന്റെ വിരിപ്പിന്റെ മുകളിലാണ്. എന്റെ ഖബറിന്റെ അകത്ത് വല്ലാത്ത വിശാലതയാ. എന്റെ കാലിന്റെ ഭാഗത്താ സ്വർഗത്തിന്റെ കവാടം ഇരിക്കുന്നത്, എന്റെ കാലിന്റെ ഭാഗത്താണ് സ്വർഗത്തിന്റെ വാതിലിരിക്കുന്നത്. മോനെ,
എന്റെ ഖബറിന്റെ അകത്ത് വന്ന മലക്കുകൾ എന്നോട് പറഞ്ഞത് പുതിയാപ്പള ഉറങ്ങുന്നത് പോലെ ഉറങ്ങാറാ. വാപ്പയുടെ മണ്ണറ മണിയറയാണ് മോനെ. വാപ്പയ്ക്ക് ഇതിനകത്ത് സന്തോഷമാണ്, സമാധാനമാണ്. അവിടുന്ന് പൊന്നുമകനോട് വാപ്പ പറഞ്ഞു കൊടുക്കുമ്പോ ആ മോൻ ചോദിക്കുന്നു, വാപ്പാ നിങ്ങൾക്ക് എങ്ങനെയായി പ്രതിഫലം കിട്ടിയത്? നിങ്ങൾക്ക് എങ്ങനെയായി പ്രതിഫലം കിട്ടിയത്? പൊന്നുമകനോട് ചോദിക്കുന്നു, മോനെ നിന്റെ മണ്ണറ മണിയറയാകണോ? നിന്റെ വാപ്പ 5 നേരത്തെ നിസ്കാരം മുടക്കാത്ത ആളാ. ഒരു വഖത്ത് പോലും നിന്റെ വാപ്പ മുടക്കാറില്ല. 5 നേരത്തെ നമസ്കാരം കൃത്യമായി നിസ്കരിച്ചാൽ നിന്റെ മണ്ണറ മണിയറയാകുമെന്ന് പിതാവ് തന്റെ പൊന്നാര മകനോട് പറഞ്ഞു കൊടുക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, നമസ്കാരത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും നിങ്ങൾ തയ്യാറാകരുത്. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? പടച്ചവനെ കാണണോ? അമലൻ സ്വാലിഹാ, അമലൻ സ്വാലിഹാ, നല്ല കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾ അല്ലാഹുവിനെ കണ്ടുമുട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, രണ്ടാമത്തെ കാര്യമെന്താ? രണ്ടാമത്തെ കാര്യമെന്താ? വമൻ കാന യർജൂ ലിഖാ അല്ലാഹ് ഫലിയുക്രിം അഹ്ലല്ലാഹ്. നബി അവിടുന്ന് പറയുകയാണ്, രണ്ടാമത്തെ വിഭാഗമാരോ അല്ലാഹുവിനെ കണ്ടുമുട്ടണമെങ്കിൽ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യമെന്താ? വമൻ കാന യർജൂ ലിഖാ അല്ലാഹ് ഫലിയുക്രിം അഹ്ലല്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാ, നിങ്ങൾ അല്ലാഹുവിന്റെ കുടുംബക്കാരുണ്ടല്ലോ, അല്ലാഹുവിന്റെ കുടുംബക്കാരെ നിങ്ങൾ ആദരിക്കണം, അവരെ നിങ്ങൾ സ്നേഹിക്കണം. സഹാബികൾ ചോദിച്ചു, അല്ലാഹുവിന് കുടുംബക്കാരുണ്ടോ? അല്ലാഹുവിന് കുടുംബക്കാരുണ്ടോ? അവിടെ നിന്ന് പറഞ്ഞു, അല്ലാഹുവിന് ചില കുടുംബക്കാരുണ്ട്. അവരാരെന്നറിയുമോ? അഹ്ലുൽ ഖുർആൻ. അത് ഖുർആനിന്റെ അഹ്ലുകാരാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിനെ കണ്ടുമുട്ടാനുള്ള രണ്ടാമത്തെ വഴി ഖുർആനിന്റെ അഹ്ലുകാരെ നിങ്ങൾ സ്നേഹിക്കണം. ഖുർആൻ നിങ്ങൾ പഠിക്കണം, ഖുർആൻ നിങ്ങൾ ബഹുമാനിക്കണം, ആദരിക്കണം, അതനുസരിക്കണം. ഖുർആൻ പഠിക്കുന്നവരുമായി ബന്ധം സ്ഥാപിക്കണം. എങ്കിലും നിങ്ങൾക്ക് പടച്ചവനെ കണ്ടുമുട്ടാൻ കഴിയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഖുർആനിന്റെ അഹ്ലുകാര് അവര് സാധാരണ ആൾക്കാരല്ല, അത് അല്ലാഹുവിന്റെ കുടുംബക്കാരാ. അല്ലാഹു നമ്മൾ അവരെ ആദരിക്കുവാനും അവരെ ബഹുമാനിക്കുവാനും അവരുടെ കൂടെ കൂടുവാനും അല്ലാഹു എനിക്ക് നിങ്ങൾക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ അഹ്ലുകാരെ നിങ്ങൾ സ്നേഹിക്കണം, അവരെ ആദരിക്കണം, അവർക്ക് മഹത്വം നൽകണം. അതുമാത്രമല്ല, നിങ്ങൾ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിക്കുന്നവരാകണം. എന്റെ പ്രിയമുള്ളവരെ, എല്ലാവരും ഇന്ന് മുതൽ സ്കൂൾ തുറന്നു. എല്ലാവരും ഇനി മുതൽ സ്കൂളിലേക്ക് പറഞ്ഞു വിടുകയാണ്. മദ്രസയിൽ പറഞ്ഞു വിടാൻ നമ്മളിൽ പലർക്കും ഇനി സമയമില്ലല്ലോ. അല്ലാഹുവേ പടച്ചവനെ, മദ്രസയിലേക്ക് പറഞ്ഞു വിടാൻ നമ്മളിൽ പലർക്കും സമയമില്ല. ഇനി സ്കൂളിന്റെ പേര് പറഞ്ഞുകൊണ്ട് മക്കളുടെ മദ്രസ വിദ്യാഭ്യാസം മുടക്കുന്നവരുണ്ട്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറഞ്ഞു ഒരു വിഭാഗം മാതാപിതാക്കളെ കുറിച്ച്, വമിൻഹും മയ്യഖൂലു റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന. അല്ലാഹുവിന്റെ ഖുർആൻ അവിടെ നിന്ന് പറഞ്ഞു ഒരു വിഭാഗം മാതാപിതാക്കൾ, അവർക്ക് ദുനിയാവ് മതി, എപ്പോഴും അല്ലാഹുവോട് ദുആ ചെയ്യുന്നത്, എപ്പോഴും അവർ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത്, പടച്ചവനെ അല്ലാഹുവേ നീ ദുനിയാവിലെ നല്ലത് തരണം, എന്റെ മക്കളെ നീ എഞ്ചിനീയർ ആക്കണം, എന്റെ മക്കളെ നീ ഡിഗ്രിക്കാരാക്കണം, എംഎക്കാരാക്കണം, അല്ലാഹുവേ ഡോക്ടറാക്കണം, അവർക്ക് ദുനിയാവ് മാത്രം മതി. എങ്കിൽ അല്ലാഹുവിന്റെ ഖുർആൻ രണ്ടാമത് പറഞ്ഞു, വമിൻഹും മയ്യഖൂലു റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ.
അവർക്ക് ദുനിയാവും വേണം ആഖിറം വേണം. ബഹുമാന്യനായ ഉസ്താദ് അത് തന്നെയാ പറഞ്ഞത്. ഒരു മുതഅല്ലിമാകണം, ഒരു ഉസ്താദ് എങ്ങനെയാകണം? ആ ഉസ്താദ് ഖുർആൻ മാത്രം പഠിച്ചാ പോരാ, ഹദീസ് മാത്രം പഠിച്ചാ പോരാ, ഫിഖ്ഹിന്റെ മസല മാത്രം പഠിച്ചാ പോരാ. പഠിച്ചവനെ അവർക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയുന്നവരാകണം, അവർ ഇംഗ്ലീഷ് സംസാരിക്കുന്നവരാകണം, അവർ ഹിന്ദി പഠിച്ചവരാകണം, അവർ കണക്ക് പഠിച്ചവരാകണം, അവർ സയൻസ് പഠിച്ചവരാകണം. എന്റെ പ്രിയമുള്ളവരെ, അവർക്ക് ദുനിയാവും ആഖിറവും, എന്റെ പ്രിയമുള്ളവരെ, എല്ലാം വേണം. അങ്ങനെയാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഒരു ഉസ്താദ് ആകേണ്ടതെന്ന് പറയുമ്പോ ഈ മക്കളുടെ മാതാപിതാക്കൾ രണ്ടാമത്തെ വിഭാഗത്തിലാണ്. അതുകൊണ്ടാണ് അവരെ കൊണ്ട് പഠിക്കാൻ ഇവിടെ കൊണ്ടുവിട്ടിരിക്കുന്നത്. എന്റെ പ്രിയമുള്ളവരെ, എന്തുകൊണ്ടെന്നറിയുമോ? അവർക്ക് ഖുർആനിന്റെ മഹത്വമറിയാ, ആലിമിന്റെ സ്ഥാനമറിയാ, ആലിമിന്റെ മഹത്വമറിയാ. എന്റെ പ്രിയമുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ സ്നേഹിച്ചോ, ഖുർആനിനെ സ്നേഹിച്ചോ, ഖുർആൻ ഓതാൻ തുടങ്ങിക്കോ, ഖുർആൻ അനുസരിച്ച് അമൽ ചെയ്യാൻ തയ്യാറായിക്കോ, മക്കളെ ഹാഫിളീങ്ങളും ആലിമീങ്ങളുമാക്കിക്കോ. അങ്ങനെ നിനക്ക് അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ കഴിയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്വർഗം വേണോ? അല്ലാഹുവിന്റെ റസൂലാ ചോദിക്കുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ചോദിക്കുകയാണ്, സഹാബാ, നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്വർഗം വേണോ സഹാബാ? ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ സ്വഹാബത്തിന്റെ മുന്നിലേക്ക് കടന്നു വരികയാണ്. പ്രവാചകൻ തന്റെ സ്വഹാബികളുടെ മുന്നിലേക്ക് കടന്നു വന്നു. എന്നിട്ട് പറഞ്ഞു, ഖുർആനിലെ ഒരു സൂറത്ത് ഓതാൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്ത് ഓതാൻ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്. സ്വഹാബികൾ ഖുർആനിലെ ഒരു ചെറിയ സൂറത്ത് ഓതി. റസൂലുള്ളാഹി കരയുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കണ്ഠങ്ങൾ നിറഞ്ഞു ഒഴുകുകയാണ്. മുത്തുനബി കരയാൻ തുടങ്ങി, മുത്തുനബി കരയാൻ തുടങ്ങി. അല്ലാഹുവിന്റെ പ്രവാചകന് കരയുന്നത് കണ്ടപ്പോ മറ്റുള്ള സ്വഹാബികളും കരയാൻ തുടങ്ങി. എന്റെ പ്രിയമുള്ളവരെ, അതാ ഖുർആൻ ഓതിക്കഴിഞ്ഞപ്പോ കരയാത്തവരോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, നിങ്ങൾ എന്തേ കരയാത്തത്? നിങ്ങൾ എന്തേ കരയാത്തത്? യാ റസൂലല്ലാഹ്, ഞങ്ങൾക്ക് കരച്ചിൽ വരുന്നില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുകയാണ്, ഞങ്ങൾക്ക് കരച്ചിൽ വരുന്നില്ല. പ്രവാചകൻ രണ്ടാമതും പറഞ്ഞ സൂറത്ത് ഓതാൻ സ്വഹാബികൾ ഓതാൻ തുടങ്ങി. പ്രവാചകന് കരഞ്ഞു, കൂടെ കുറച്ച് സ്വഹാബികൾ കരഞ്ഞു. ഓതിക്കഴിഞ്ഞപ്പോൾ കരയാത്തവരോട് ചോദിച്ചു, നിങ്ങൾ എന്തേ കരയാത്തത്? ഞങ്ങൾക്ക് കരച്ചിൽ വരുന്നില്ല നബിയോ. അല്ലാഹുവിന്റെ പ്രവാചകന് പറഞ്ഞത് എന്തെന്നറിയുമോ? സഹാബാ, ഈ സൂറത്ത് ഓതുമ്പോൾ കരയണം സഹാബ. ഈ സൂറത്ത് ഓതുമ്പോൾ കരയണം സഹാബ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഈ സൂറത്ത് ഓതുന്ന സമയത്ത് കരയണം. കരച്ചിൽ വരുന്നില്ലെങ്കിൽ കരയുന്നവരെ പോലെ അഭിനയിക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി. സ്വർഗം വേണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ കൈപൊക്കിക്കും. എളുപ്പം പോകാനുള്ള എളുപ്പ സ്വർഗത്തിൽ അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്കൊരു ആമീൻ പറ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഖുർആനിലെ 5 വരികളുള്ള ഒരു സൂറത്ത്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരു ചെറിയ സൂറത്ത് ഞാൻ പറഞ്ഞു തരാം. ഈ സൂറത്ത് ഓതുമ്പോ കരയണം, അത്രേ ഉള്ളൂ. ഈ സൂറത്ത് ഓതുമ്പോ കരയണം. കരച്ചിൽ വരുന്നില്ലേ? അഭിനയിച്ചാൽ അല്ലാഹു നിനക്ക് സ്വർഗം തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമുക്ക് ഓതാൻ ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഓതാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഓതാൻ മനസ്സുള്ളവര് കൈവക്ക് പെട്ടെന്ന്. ഖുർആനിലെ ഒരേ ഒരു സൂറത്ത്. എന്താ കൊടി പൊക്കണ പോലെ ഉണ്ട്. ഒന്ന് പൊങ്ങട്ടെ, പൊങ്ങി തീരുന്നവരെ നിൽക്കാം. ആ കൈ പൊക്കാത്തവൻ അല്ലാഹു തരുന്ന പ്രതിഫലം കൂടെ ഞാൻ പറയാം. ഉസ്താദെ വേണേ പൊക്കിക്കോട്ടോ, പ്രതിഫലം പറയാൻ പോവാ. ആ കൈ പൊക്കാത്തവൻ നിങ്ങൾ പൊക്കി പിടിച്ചോണം. ഈ പൊക്കാത്തവൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം ഞാൻ പറയാം, കേട്ടോ. നീ ഈ ദുനിയാവിൽ എവിടെ കടന്ന് ചത്താലും, അള്ളാന്റെ ഈ ഭൂമി, നീ ഈ ലോകത്ത് എവിടെ കിടന്ന് മരിച്ചാലും, നീ മരിക്കാൻ കിടക്കുമ്പോൾ ഇനി ഏത് കൊലകൊമ്പം നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തന്നാലും പറയാൻ നിന്റെ നാവ് പൊങ്ങത്തില്ലടാ മോനെ എന്ന് നബിയുനാ റസൂലുള്ളാഹി. നീ ഈ ലോകത്തിന് മക്കത്തല്ല, മദീനത്തല്ല, പള്ളിക്കകത്തല്ല, എവിടെ വേണമെങ്കിലും കിടന്ന് മരിച്ചോ.
ഈ ലോകത്ത് നീ എവിടെ കിടന്ന് മരിച്ചാലും അള്ളാന്റെ ഖുർആനിലെ ഒരൊറ്റ സൂറത്ത് ഓതിയ സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞിട്ട് പോലും ഓതാൻ മനസ്സില്ലാത്ത നിനക്ക് കൈതാത്തിട്ടോ? അതിന് പോലും ഞാൻ ഇൻഷാ അല്ലാ പറഞ്ഞതിന്റെ സ്ഥാനത്തെ കയ്യൊന്ന് വെക്കാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. ഇൻഷാ അല്ലായുടെ സ്ഥാനം. അതിനും മനസ്സില്ലാത്തവൻ അവൻ മരിക്കുമ്പോ അവൻ അല്ലാഹുവേ ഇനി ആര് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുത്താലും പറയാൻ പറ്റൂല, ഞാനല്ല പറഞ്ഞ ഖുർആൻ, അള്ളാന്റെ ഖുർആനാ പറഞ്ഞേ. അവന്റെ മരണം വഴി ഖുർആൻ പറയുന്നുണ്ട് വശഹിദു അലാ അൻഫുസിഹിം അന്നഹും കാനൂ കാഫിരീൻ. ഈ ആയത്തെ പറയത്തുള്ളൂ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, അവൻ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഈ അഹങ്കാരി, ഈ ധിക്കാരി, ഇവൻ മരിക്കാൻ കിടക്കുമ്പോ ആരെങ്കിലും പോയിട്ട് പറയും, വാപ്പാ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ വാപ്പാ, സ്വർഗം കിട്ടും. ഉമ്മച്ചി പറവുമ്മ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാൻ മരിക്കുന്ന എങ്ങനെയാണെന്നറിയോ? എന്റെ മരണമൊഴി എന്തെന്നറിയുമോ? വശഹിദു അലാ അൻഫുസിഹിം അന്നഹും കാനൂ കാഫിരീൻ. കാഫിറായിട്ടാ മോനെ ഞാൻ ചാകുന്നതെന്ന് സ്വന്തം നാവ് കൊണ്ട് പറഞ്ഞിട്ടേ മരിക്കൂ എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പറ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഇനി പറ, ഓതുവോ? മോനെ 5 or 6 വരിയേ ഉള്ളൂ, ബക്കറൊന്നുമല്ല. ഇനി അത് പേടിക്കണ്ട, വലിയ സൂറത്തൊന്നുമില്ല. 5 or 6 വരി മാത്രമുള്ള ഒരു ചെറിയ സൂറത്ത്. അള്ളാഹു ഓതാൻ ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഓതാൻ ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഏതാണ് ആ സൂറത്ത്? സൂറത്തു തകാസുർ. സൂറത്തു തകാസുർ നോദിക്കേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂൻ കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ ലതറബുന്നൽ ജഹീമ സുമ്മ ലതറബുന്നഹാ ഐനൽ യഖീൻ സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. ഈ സൂറത്ത് ആരെങ്കിലും ഓതുമ്പോ കരഞ്ഞാൽ, അല്ലെങ്കിൽ കരയുന്നവനെ പോലെ അഭിനയിച്ച അള്ളാഹു അവന് സ്വർഗം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമുക്ക് കരയാൻ ഭാഗ്യം തരുമാറാകട്ടെ. നമ്മളെ കൊണ്ടൊന്നും കരയാൻ പറ്റൂല. നമ്മളെ കൊണ്ട് എന്തായാലും ഈ സൂറത്ത് ഓതുമ്പോ കരയാൻ പറ്റൂല. നമുക്കൊക്കെ അഭിനയിക്കാം, അത്ര തന്നെ. എന്നെങ്കിലും ഒരിക്കൽ അറിയാതെ കരയും. ഈ താത്താമാരൊക്കെ സീരിയലിന്റെ ഫണ്ടി ഇരുന്ന് കരയണ കണ്ടിട്ടില്ലേ? പണ്ട് ഈ സൂറത്ത് ഓതിയപ്പോഴാണ് മഹദി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ ബോധം കെട്ട് വീണു. ഈ സൂറത്ത് ഓതിയപ്പോഴാ ഒരു സഹാബി നെഞ്ചു പൊട്ടിക്കെട്ടും മരിച്ചുപോയത്. അല്ലാഹുവേ, ഈ സൂറത്ത് ഓതിയിട്ട് സ്വഹാബി ഈ സൂറത്ത് ഓതിയിട്ട് അവിടെ നിന്ന് അർത്ഥം പറഞ്ഞു കൊടുത്തപ്പോ വഅദ് കേൾക്കാൻ വന്നിരുന്ന നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ ബോധം കെട്ട് താഴെ വീണു. ഖബറിനെ കുറിച്ചാ പറയണ, അർത്ഥം പോയി വായിച്ചു നോക്ക്. കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂൻ. മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ കുറിച്ചാ പറയുന്നത്. നഫീസത്തുൽ മിസ്രിയ ബോധം കെട്ട് താഴെ വീണു. ഇന്ന് ഉമ്മ ഇരുന്ന് കരയാ, TV കണ്ടിട്ട്, സീരിയൽ കണ്ടിട്ട്. റമദാനി കാണാത്തതിന്റെ വിഷമം ഇന്ന് തീർക്കാം. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല ബോധം കെട്ട് വീണു. ബോധം വന്നപ്പോ എഴുന്നേറ്റ് ഒരു ഓട്ടം തന്റെ വീട്ടിലേക്ക് ഓടിച്ചെന്നു. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ അന്ന് വരെ നിസ്കരിച്ചു കൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് മുസല്ല എടുത്തങ്ങ് മാറ്റി. എന്നിട്ട് മണ്ണ് കുടിക്കുന്ന ഒരു ആയുധവും എടുത്ത് വിളക്കങ്ങിട്ട് കത്തിച്ചു വെച്ചു. എന്നിട്ട് ആരും കാണാതെ വീടിന്റെ അകത്ത് സ്വന്തമായിട്ട് ഖബറ് കുടിച്ചു. ആരും കാണാതെ രാവിലെ നോമ്പ്, രാത്രി ഖബറ് കുഴി. രാവിലെ നോമ്പുകാരിയ. എന്നിട്ട് ആരും കാണാതെ തന്റെ വീടിന്റെ അകത്ത് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ ഖബറ് കുഴിച്ചുകൊണ്ടിരിക്കുമ്പോ കണ്ണീരിങ്ങനെ ഒഴുകുകയാ. കണ്ണുനീരിങ്ങനെ ഒഴുകി ഖബറിന്റെ അകത്തെ മണ്ണ് പോലും നനഞ്ഞുപോയി. കാരണം എന്തേ? ഖബറാ കുഴിക്കണേ. ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. മേടയ്ക്കു പകരം മളമാ സുബ്ഹാനാ, റബ്ബിയതിൽ കിടക്കേണ്ടതാ നസുമാനാ. ഇതൊക്കെ ചിന്തിച്ചു നീ കരയുക സോദരാ, എങ്കിൽ സുറൂറായി നീ കടക്കും മറുകരാ.
വെറുതെയല്ലത് പാടിയത്, വെറുതെയല്ലത് പറഞ്ഞു തന്നത്. നഫീസ കരയുകയാണ്, കണ്ണിൽ നിന്ന് കണ്ണുനീര് വീണിട്ട് ഖബറിന്റെ അകത്ത് മണ്ണ് മുഴുവനും നനയുകയാണ്. അല്ലാഹുവേ, ഖബർ എത്രയോ ദിവസം കൊണ്ടാണ് ഖബർ കുടിച്ചത്. ആരും കാണാതെ തന്റെ വീടിന്റെ അകത്ത് ഖബർ കുടിച്ചു. ഖബറിന്റെ പണി അങ്ങ് പൂർത്തിയായപ്പോ നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു തആല കുടിച്ചങ്ങ് വുദുവെടുത്തു. എന്നിട്ട് മുസല്ല എടുത്തുകൊണ്ട് ഖബറിന്റെ അകത്ത് ഇറങ്ങിയിട്ട് നിസ്കരിക്കാൻ തുടങ്ങി. 10,000 റക്അത്ത് ഖബറിന്റെ അകത്ത് തന്നെ നിന്ന് നിസ്കരിച്ചു. ഖബറിന്റെ അകത്ത് ഇറങ്ങി നിന്ന് 10,000 റക്അത്ത് നമസ്കരിച്ചു. അല്ലാഹുവേ, ഖുർആൻ എടുത്തുകൊണ്ട് ഖബറിന്റെ അകത്ത് ഇറങ്ങി. പരിശുദ്ധമായ ഖുർആൻ എടുത്തുകൊണ്ട് ഖബറിന്റെ അകത്ത് ഇറങ്ങി. എന്നിട്ട് അലിഫ് ലാം മീം, അവിടുന്ന് 114 സൂറത്തുകൾ ആദ്യം മുതൽ അവസാനം വരെ, 1 അല്ല 100 അല്ല 500 അല്ല 1000 അല്ല 2000 അല്ല 4000 പ്രാവശ്യം ഓതിയുമ്മ. ഖബറിന്റെ അകത്തിറങ്ങിയിരുന്ന 4000 ഖത്മോദി. എല്ലാ ദിവസവും നോമ്പ്, രാത്രി ഉറക്കമില്ല, ഇബാദത്താണ്. രോഗം പിടിച്ചിട്ട് വീടിന്റെ അകത്ത് കിടക്കുമ്പോ കുടുംബക്കാര് വന്നിട്ട് ചോദിക്കുന്നു, നഫീസ, ചുമന്നു തുടുത്തിരുന്നവളല്ലേ നഫീസ? മിസ്റിലെ പെണ്ണുങ്ങളെ കാണുന്നവർക്കതറിയാ എന്തൊരു സൗന്ദര്യമുള്ള ആട്, എന്തൊരു സൗന്ദര്യമെന്നറിയോ നഫീസ. നിന്റെ തൊലി കറുത്തുപോയി നഫീസ, കണ്ണു കുടിഞ്ഞു പോയി നഫീസ, എല്ലും തോലുമായി നഫീസ. ഇല്ലാത്ത രോഗങ്ങൾ നിനക്കില്ലല്ലോ മോളെ. എന്തിനാ നീ എല്ലാ ദിവസവും നോമ്പ് പിടിക്കുന്നത്? ഓരോ ദിവസം ഇടപെട്ടിട്ട് നിനക്ക് നോമ്പ് പിടിച്ചുകൂടെ? എന്തിനാ ഇങ്ങനെ ഉറക്ക ഒഴിയുന്നത്? നിനക്കല്പമൊന്ന് ഉറങ്ങിക്കൂടെ നഫീസ? ഇല്ലെങ്കിൽ നീ മരിച്ചു പോകും നഫീസ. കുടുംബക്കാര് വന്ന് ഉപദേശിക്കുമ്പോ നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു തആല കടന്ന് കരയുകയാ. എന്നിട്ട് ചോദിക്കുന്നു, 30 കൊല്ലമായിട്ട് ഞാൻ അല്ലാഹുവോട് ചോദിക്കുന്നത് എന്തെന്നറിയോ? ഈ ഖബറിന്റെ അകത്തിറങ്ങി നിസ്കരിച്ചിട്ട് ഞാൻ അല്ലാഹുവിനോട് 30 വർഷമായിട്ട് ചോദിക്കുന്നത് 2 കാര്യമാണ്. 2 കാര്യമാണ് അല്ലാഹുവോട് ചോദിക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുവോ? മരിക്കുമ്പോ എന്നെ ഒരു നോമ്പുകാരിയായിട്ട് മരിപ്പിക്കണം. ഒരു പെണ്ണിന്റെ 30 കൊല്ലത്തെ അഭിലാഷം. അല്ലാഹുവേ, ഒരു പെണ്ണിന്റെ 30 വർഷത്തെ അഭിലാഷമാണ് മരിക്കുമ്പോ നോമ്പുകാരിയായി മരിക്കണം. 2 ഖുർആൻ ഓതിയിട്ട് മരിക്കണം. എനിക്ക് ഖുർആൻ ഓതിയിട്ട് മരിക്കണം. വന്ന കുടുംബക്കാര് മുഴുവനും പിരിഞ്ഞുപോയി. അവസാനം രോഗം പിടിച്ച് മരണമെടുത്തപ്പോ പോയിട്ട് സ്വന്തമായിട്ട് മയ്യത്ത് കുളിച്ചു. എന്നിട്ട് വാങ്ങിവെച്ച കഫൻ തുണിയും എടുത്തുകൊണ്ട് വന്ന് കുടിച്ചിട്ട ഖബറിന്റെ ചാരത്ത് വന്നിട്ട് നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു തആല കടക്കുകയാ. അല്ലാഹുവേ, അതാ വീടിന്റെ വെളിയിൽ ഒരു സലാം കേൾക്കുന്നു. നഫീസ, അല്ലാഹു നിന്നോട് സലാം പറഞ്ഞിരിക്കുന്നു നഫീസ. അല്ലാഹ് നിന്നോട് സലാം പറഞ്ഞിരിക്കുന്നു നഫീസ. അതാ വരുന്നു മലക്കുൽ മൗത്ത് അസ്റായീൽ. ചിരിക്കുന്ന മുഖത്തോടെ കടന്നു വരികയാണ്. 30 കൊല്ലം അല്ലാഹുവോട് പറഞ്ഞതാണ് നോമ്പുകാരിയായിട്ട് മരിക്കണം. അത് അല്ലാഹു സാധിച്ചു കൊടുത്തു. മരിക്കുന്ന ദിവസം നഫീസയ്ക്ക് നോമ്പായിരുന്നു. നഫീസത്തുൽ മിസ്രി നോമ്പുകാരിയാണ്. അവസാനം അവിടുന്ന് റൂഹ് പിടിക്കാൻ തുടങ്ങി. വേദന സഹിക്കാൻ കഴിയാതെ വന്നപ്പോ നഫീസത്തുൽ മിസ്രി റബ്ബിനോട് പറഞ്ഞത്, നാഥാ, എനിക്ക് ഖുർആൻ ഓതി മരിക്കണം തമ്പുരാനെ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിന്നെ പോലെ വിചാരമുള്ള പച്ചയിറച്ചിയുള്ള നിന്റെ കാല് കാടാ സുന്ദരിയായ ഒരുപാട് മോഹങ്ങളും സ്വപ്നങ്ങളും മനസ്സിൽ കൊണ്ടു കിടന്ന ഒരു പെണ്ണായിരുന്നു നഫീസ. ആ നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു തആല ലോകത്ത് നിന്ന് യാത്രയാകുമ്പോ
4000 പ്രാവശ്യം ഖബറിന്റെ അകത്ത് ഇറങ്ങിയിരുന്നിട്ട് ഓതിയ ഖുർആൻ, ആ ഖുർആനിലെ ഒരു ആയത്താണ് ഓതിയത്, ആ ഖുർആനിലെ ഒരു ആയത്താണ് ഓതിയത്. ഏതായത്തെന്നറിയോ? ഏതായത്തെന്നറിയോ? സീരിയൽ കണ്ട് കരയുന്ന നിനക്കതോതാ കഴിയണമെന്നില്ല. റമളാൻ മാസം കഴിഞ്ഞിട്ട് തുറന്നു നോക്കാത്ത നിനക്കത് കഴിയണമെന്നില്ല. ഏതായത്താ? ലഹും ദാറുസ്സലാം, ലഹും ദാറുസ്സലാം ഇൻദ റബ്ബിഹിം വഹും വലിയുഹും ബിമാ കാനൂ യഅമലൂൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ സ്വർഗ്ഗത്തിന്റെ ആയത്തോതിയിട്ട് പച്ചപ്പറവയെ പോലെ പടച്ചറപ്പിന്റെ സ്വർഗ്ഗത്തിലേക്ക് പറന്നു പോയെന്ന് ചരിത്രം പറയുമ്പോ നിങ്ങളെ മുത്തുനബിയാ പറയുന്നത് അൽഹാകും തകാസുർ ഹത്താ സുറത്തുൽ മഖാബിർ. ഈ സൂറത്ത് ഓതുമ്പോ നിങ്ങൾ കരയണേ സഹാബ. കരച്ചിൽ വരുന്നില്ലെങ്കിൽ കരയുന്നവരെ പോലെ അഭിനയിക്ക് സഹാബ. നിങ്ങൾക്ക് സ്വർഗം കിട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ, ഖുർആനിന്റെ അഹ്ലുകാരെ സ്നേഹിക്കണോ. ഈ പഠിക്കുന്ന 100 മക്കളുണ്ടല്ലോ, ഇവർക്ക് വാപ്പയുണ്ട്, ഇവർക്ക് ഉമ്മയുണ്ട്, കയറിക്കടക്കാ മനോഹരമായ ഒരു വീടുണ്ട്, AC റൂമുണ്ട്, കഴിക്കാൻ നല്ല ഭക്ഷണമുണ്ട്, ധരിക്കാൻ ഒരുപാട് നല്ല വസ്ത്രങ്ങളുണ്ട്. ഇതെല്ലാം മാറ്റിവെച്ചിട്ട് ഈ കാണുന്ന ഒരു ചെറിയ ബിൽഡിങ്ങിന്റെ അകത്ത് ഈ മക്കൾ വന്ന് കിടക്കുന്നത് എന്തുകൊണ്ടെന്നറിയുമോ? അവർക്ക് സ്വർഗത്തിൽ പോകാറുള്ള കൊതി കൊണ്ടാ, അവർക്ക് സ്വർഗം കിട്ടണമെന്നുള്ള ആഗ്രഹം കൊണ്ടാ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ മക്കളെ സ്നേഹിച്ചാൽ പടച്ച റബ്ബിന്റെ ലിഖാൽ കാണാൻ നിനക്ക് അല്ലാഹു ഭാഗ്യം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ.